എല്ലാവർക്കും ശ്രീമാത്രേ നമഃ, ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുപാദുക സ്തോത്രം 4 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 5-ാമത്തെ ശ്ലോകം നോക്കാം. നൃപാലി മൗലി വ്രജരത്നകാന്തി സരിദ്വരാജത് ശശകന്യകാഭ്യാം നൃപത്വദാഭ്യാം നതലോകപങ്ക്തേഃ നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ഗുരുപാദുകങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള 4 ശ്ലോകങ്ങൾ അല്ലെ. അനന്ത സംസാര സമുദ്രധാര നമ്മൾ കണ്ടു. അനന്തമായിരിക്കുന്ന സംസാര സാഗരത്തെ തരണം ചെയ്യുന്നത് ആ ഗുരുപാദുകങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്കൊരു കോൺഫിഡൻസ് തരികയാണ്. കാരണം ഒരു ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആശ്രയസ്ഥാനമാണ് അല്ലെ. ആ ആശ്രയസ്ഥാനത്തെ നമ്മൾ ആശ്രയിച്ചാൽ മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ബുദ്ധി കൊണ്ട് എല്ലാം നമ്മൾ ആശ്രയിച്ച് അനുവാദം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗുരുവിന്റെ അനുഗ്രഹത്തിൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് ഈശ്വരനിൽ നിന്നായിരിക്കും. അപ്പം ആദ്യത്തെ 2 വരി, ഈ നൃപാലി മൗലി എന്ന് പറയുന്ന ആദ്യത്തെ 2 വരിയില് 2 വിശേഷണങ്ങളെ കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് രണ്ടും ചേർത്ത് നമ്മൾ വായിക്കണം. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ്? നൃപാലി മൗലി വ്രജരത്നകാന്തി സരിദ്വരാജത് ശശകന്യകാഭ്യാം. ഒറ്റ വരിയാണത്. നൃപാലി മൗലി വ്രജരത്നകാന്തി സരിദ്വരാജത് ശശകന്യകാഭ്യാം. അപ്പം നൃപാലി മൗലി വ്രജരത്നകാന്തി അല്ലെ. ഗുരുപാദുകങ്ങളെ 2 ശശകന്യകളോട്, ശശകന്യക എന്ന് പറഞ്ഞാല് മത്സ്യകന്യകകളോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഉപമയാണിത്. ഗുരുപാദുകങ്ങളെ 2 മത്സ്യകന്യക, മത്സ്യ സ്ത്രീകള് അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട് മർമെയ്ഡ്സ് എന്നൊക്കെ പറയും. അപ്പൊ മത്സ്യകന്യകകളോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. പെൺ മത്സ്യകന്യകകൾ. അപ്പൊ ഈ ജലപ്രവാഹത്തിലാണ് മത്സ്യകന്യകകൾ ഒഴുകി നടക്കുന്നത്. ഇവിടത്തെ പ്രവാഹം എന്താണ്? സാധാരണ ജലത്തിലാണ് അല്ലെ മത്സ്യങ്ങൾ ഒഴുകി നടക്കുന്നത്. ഇവിടെ എന്ത് ജലപ്രവാഹത്തെയാണ് പറയണത്? രത്നകാന്തി സരിത്, രത്നങ്ങളുടെ കാന്തിയാകുന്ന പ്രകാശത്തിന്റെ പ്രവാഹം, ജലാശയം എന്നർത്ഥം. അപ്പൊ ഏത് രത്നങ്ങളുടെ പ്രഭയാണെന്ന് ചോദിച്ചാല് നൃപാലി മൗലി വ്രജരത്നകാന്തി അല്ലെ. നൃപന്മാരുടെ, രാജാക്കന്മാരുടെ കൂട്ടം, അളി എന്ന് പറഞ്ഞ കൂട്ടം, നൃപൻ രാജാവ്. അപ്പൊ നൃപാലി എന്ന രാജാക്കന്മാരുടെ കൂട്ടം, അവരുടെ മൗലി വ്രജം. അപ്പൊ ശിരസ് വ്രജം കൂട്ടം അല്ലെ. ആ രാജസമൂഹങ്ങളുടെ, അതായത് കിരീടങ്ങളുടെ കൂട്ടം, രാജാക്കന്മാർ വന്ന് ആ ഒരു ഗുരുവിന്റെ പാദുകങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന കിരീടങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തിന്റെ പ്രവാഹം അല്ലെ. നമ്മൾ കണ്ടു ദേവിയുടെ ആ ഒരു ചിന്താമണി ഗൃഹത്തില് അമ്മയുടെ കാലിൽ വന്ന് നമസ്കരിക്കുന്ന ആ ഒരു അഷ്ടദിക്പാലകരും ത്രിമൂർത്തികളും എല്ലാം അമ്മയുടെ കാലിൽ വന്ന് നമസ്കരിക്കുമ്പോ അവരുടെ ശിരസിൽ ധരിച്ചിരിക്കുന്ന ആ ഒരു കിരീടത്തിന്റെ ശോഭ കൊണ്ട് അമ്മയുടെ കാല് അതിനേക്കാളും നന്നായിട്ട് പ്രകാശിക്കുന്നു എന്നാ പറയുന്നത്. അതുപോലെ ഇവിടെ എന്താ പറയുന്നത്? ആ ഒരു ഗുരുപാദുകങ്ങളില് ആ നമസ്കരിക്കുമ്പോ ഈ രാജാക്കന്മാരുടെ ശിരസിൽ ധരിച്ചിരിക്കുന്ന ആ കിരീടങ്ങളുടെ ആ കാന്തിയില് ശോഭിക്കുന്ന പ്രകാശം, അതിൽ വിരാജിക്കുന്ന 2 മത്സ്യകന്യകളാകുന്ന ഗുരുവിന്റെ പാദുകങ്ങൾ. അപ്പൊ ഏത് സമയത്തും വലിയ വലിയ കിരീടം ധരിച്ചിരിക്കുന്ന രാജാക്കന്മാര് വന്ന് ഗുരുവിനെ നമസ്കരിക്കുന്നു എന്നർത്ഥം അല്ലെ. അവർക്ക് ആ പദവികളൊക്കെ കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് അല്ലെ. അതിനവർ അത്രയും സിൻസിയറായിട്ട് ആ നന്ദിയോടുകൂടി വന്ന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വന്ന് തേടുകയാണ്. അപ്പൊ നമസ്കരിക്കുകയാണ് ഗുരുവിന്. ഈ രാജാക്കന്മാരെല്ലാം തന്നെ ഗുരുകുലത്തിൽ പഠിച്ചവരാണ്. അവര് അറിവും ശക്തിയും സാമർഥ്യവും ഉള്ളവരായിട്ട് ആ ഒരു രാജ്യഭാരം ഏറ്റെടുക്കാനുള്ള സാമർഥ്യം അല്ലെങ്കിൽ ശക്തി അവർക്കുണ്ടായത് അത് ആര് കാരണമാണ് എന്നവര് മറക്കാതെ അത് ഓർത്ത് അവരെ അനുഗ്രഹിച്ച ഗുരുപരമ്പരകളുടെ മുമ്പിൽ വന്ന് അവര് സമ്മാനങ്ങളും ഗുരുദക്ഷിണയൊക്കെ ആയിട്ട് വന്ന് നമസ്കരിക്കുകയാണ്. ഗുരുകുലത്തിലെ ഗുരുവിന്റെ പുത്രന്മാരെ പോലെയാണ് പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ പഠിച്ച. ഏത് രാജകുലത്തില് ഇനി എത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഗുരുകുലത്തിൽ പോയി പഠിക്കുക എന്നുള്ളത്
വളരെ വളരെ നിർബന്ധമായിരുന്നു പണ്ടത്തെ കാലത്ത്. കാരണം അവിടെ ചെന്നാല് ഗുരുകുലത്തില് ഗുരുവിന്റെ മക്കളെ പോലെ തന്നെ അവിടെ ഒരാളായിട്ട് അവർ പഠിക്കും. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എല്ലാം എത്ര വലിയവരും ഗുരുകുലത്തിൽ താമസിച്ച് പഠിച്ച് ഗുരുക്കന്മാരുടെ അനുഗ്രഹം നേടിയവരാണ്, അല്ലെ? ഗുരുക്കന്മാരെ ചെന്ന് കണ്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങുക എന്നത് അവരുടെ ഒരു കർത്തവ്യമാണ്. ആ കൃതജ്ഞത രേഖപ്പെടുത്തലാണ്, അതൊരു ധർമ്മമാണ്, അല്ലെ? ഗുരുകുലത്തിലെ 10-12 വർഷം ചെലവഴിച്ച് അവിടെ താമസിച്ച് ഒരു ചെലവുമില്ലാതെ ഗുരുവിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞ് ഗുരുപത്നിയെ സഹായിച്ചൊക്കെയാണ് അവരവിടെ കഴിയുന്നത്, വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അല്ലേ? ജീവിതം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ കുട്ടികളെ പോലും അവിടേക്ക് അയക്കുന്നത്. അപ്പോ അവര് ആ ഒരു എന്താ പറയാ, അവരൊരു രാജപദവിയിൽ എത്തുമ്പോ, അവരൊരു വലിയ പൊസിഷനിൽ എത്തുമ്പോ അവരെന്താ, തന്റെ ഗുരുവിന് തനിക്കുള്ളതിൽ എന്തെങ്കിലും ഒരു പങ്ക് ഗുരുവിന് സമർപ്പിക്കണം എന്നത് ധർമ്മമാണ്. കാരണം അടുത്ത തലമുറയെ പഠിപ്പിക്കാനാണ് ഗുരുദക്ഷിണ കൊടുക്കുന്നത്. ഇത് വേദത്തിൽ പറയുന്നതാണ്, തൈത്തരീയ ഉപനിഷത്തിലുണ്ട് ഇത്. അങ്ങനെ ഗുരുവിന്റെ അടുത്തെത്തി പഠിച്ചു പോയവർ രാജാക്കന്മാര് വന്ന് ഗുരുപാദുകങ്ങളെ നമസ്കരിക്കുമ്പോ ആ കിരീടങ്ങളില് പതിച്ചിരിക്കുന്ന രത്നങ്ങളുടെ ആ ഒരു കാന്തിയാണ് ഇവിടെ ജലപ്രവാഹമായിട്ട് പറയുന്നത്. നൃപാലി മൗലി വ്രജ രത്ന കാന്തി രാജത് ശശകന്യകാഭ്യം. ഇത് മൊത്തം ഒരുമിച്ച് ഒറ്റ വേർഡാണ്. ആ കാന്തി പ്രവാഹത്തിൽ കളിച്ചു നടക്കുന്ന മത്സ്യങ്ങളെ പോലെ ഇരിക്കുന്ന ഗുരുനാഥന്റെ പാദുകങ്ങളെ ഞാനിതാ നമസ്കരിക്കുന്നു. നമോ നമ, നമോ നമ. ഇപ്പൊ നൃപത്വദാഭ്യാം നരലോക പങ്ക്തി, നരലോക പങ്ക്തി, നിരനിരയായി വന്ന് നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിന്, പങ്ക്തിക്ക്, അല്ലെ? നൃപ പദവി എന്ന് പറഞ്ഞാൽ രാജപദവികൾ, വലിയ വലിയ സ്ഥാനമാനങ്ങൾ. അന്ന് രാജാവായിരുന്നോണ്ട് രാജാവ് എന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് എന്താ, വലിയ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുന്നത് ഈ ഗുരുകുലത്തിൽ പഠിച്ച് ആ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടി അവർക്ക് എന്താണോ ജീവിതത്തിൽ കിട്ടേണ്ടത് അത് ഗുരു കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് അവര് തിരിച്ചറിഞ്ഞു, ഇല്ലേ? ആ ഗുരുപാദുകങ്ങള് കൊടുത്തതാണ് അവർക്ക് ഈ എല്ലാ നന്മകളും ജീവിതത്തിൽ ഉയർച്ചയും. അത് തിരിച്ചറിഞ്ഞ് ഗുരുവിന്റെ പാദ നമസ്കാരം ചെയ്യുന്നവർക്ക് ശ്രേഷ്ഠമായിരിക്കുന്ന പദവികള്, ഈശ്വര തുല്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊടുക്കാൻ ശക്തിയുള്ളതാണ് ഗുരുപാദുകം എന്നുള്ള അർത്ഥം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങള് ഗുരുവിന്റെ പാദുകങ്ങളെ നമസ്കരിക്കുവിൻ, എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും, ഗുരുത്വം ഉണ്ടാകണം, അല്ലെ? ഗുരുത്വം കെട്ടവരാകരുതെന്ന് നമ്മൾ പറയും, ഇല്ലേ? എന്താണ് ഗുരുത്വമാണ് എല്ലാ ജീവിത വിജയങ്ങൾക്കും അടിസ്ഥാനം. ഇപ്പൊ മനുഷ്യർക്ക് എല്ലാം ശിരസില് കിരീടമായിട്ടിരിക്കുന്നത് ബുദ്ധിയാണ്, അല്ലെ? ആ കിരീടത്തിലെ ഏറ്റവും വലിയ രത്നമാണ് വിവേകം. അപ്പൊ ആ വിവേകം എന്താണ്? നിത്യ അനിത്യ വിവേകം എന്ന് പറയും. അപ്പൊ വിവേക ചൂടാമണി എന്ന ശങ്കര ഭഗവത്പാദർ എഴുതിയ ഗ്രന്ഥം നമുക്കറിയാം. ആ ഈ വിവേകത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ ചൂടാമണി എന്ന് പറയുന്നത് മനുഷ്യൻ എന്താ, ആ ഒരു ശിരോ അലങ്കാരമായിരിക്കുന്നത് വിവേകമാണ്, അല്ലെ? ആ ഒരു വിവേകം രണ്ടു തരത്തിലാണ് പറയുന്നത്. ഒന്ന് ധർമ്മവിവേകം, ഒന്ന് ബ്രഹ്മവിവേകം. ധർമ്മവിവേകം എന്നുള്ളത് ധർമ്മം അധർമ്മം, ശരി തെറ്റ്, അല്ലെ? ശ്രേയസ് പ്രേയസ്, സുഖം അസുഖം, ഇങ്ങനെ ഇവയെല്ലാം തന്നെ ധർമ്മവിവേകമാണ്. ഇപ്പൊ സാധന സാധ്യ വിവേകം, സാധനയും അതിന്റെ ലക്ഷ്യവും, അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞാല് ആ ഒരു നമ്മുടെ മീൻസ് ഇറ്റ് സെൽഫ് ബിക്കംസ് ഗോൾ. നമ്മുടെ എന്താണോ മീൻസ്, നമ്മുടെ ആ വഴി, അത് തന്നെ നമ്മുടെ ലക്ഷ്യമായിട്ട് തീരുന്ന ഒരു തലം. ഇനി ബ്രഹ്മവിവേകം എന്താണെന്ന് പറഞ്ഞാല് ബ്രഹ്മവിവേകത്തിനെയാണ് നമ്മൾ നിത്യാനിത്യ വിവേകം എന്ന് പറയുന്നത്. എന്താണ് നിത്യം, എന്താണ് അനിത്യം, അല്ലെ? ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ്. കാരണം ഇത് നിമിഷം പ്രതി മാറുന്നു. ഈ ജഗത്തില് മാറാത്തതായിട്ട് ഒരു വസ്തുക്കളും ഇല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കണം. അതിന് നിമിഷം മാറ്റത്തിന് വിധേയമാണ്. അപ്പൊ എന്താണ് നിത്യമായിട്ടുള്ള വസ്തു? ഈ മാറ്റത്തിന്റെ ഇടയിൽ എന്തോ ഒന്ന് മാറാതെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മാറ്റത്തെ അറിയാൻ സാധിക്കുന്നത്, അല്ലെ? ഇത് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ബ്രഹ്മവിവേകം, ചേഞ്ച്ലെസ്, പെർമനന്റ്, അല്ലെ? ആ പെർമനന്റ് വസ്തുവിനെ അറിയുന്നത്, അത് ആത്മാവാണ്. അതായത് ആത്മാവെന്ത് അനാത്മാവെന്ത്, ഈ വിവേകത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത് ബുദ്ധൗ ശരണം അന്വേച്ഛ. കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്, എന്തൊക്കെ നിന്റെ മനസ്സിന്റെ എന്താ പറയുക വിക്ഷോഭങ്ങൾ ഉണ്ടാവട്ടെ, നീ എന്ത് വേണം, ബുദ്ധിക്ക് ശരണം പ്രാപിക്കൂ, അല്ലെ? സീക്സ് ദ ഹെൽപ്പ് ഓഫ് ദ ഇന്റലക്ട് ടു അറ്റൈൻ ദ ഗോൾ. ഈ പാദക സ്മരണം നമുക്ക് തരുന്ന എന്താ, ഒരു വ്യക്തിയെ രാജപദവിയിൽ എത്തിക്കണമെന്നാ പറയുന്നത്. കാരണം ഈ വിവേകം നമുക്ക് ഉണ്ടാക്കുന്നു.
അപ്പൊ സാധാരണ നമ്മൾ പവർ, പ്ലഷർ എല്ലാം ഇവിടെ എന്താ, ഇവിടെ ആപേക്ഷികമാണ് അല്ലെ. ഇവിടെ പറയുന്ന ആ പവർ, പ്ലഷർ ഒന്നുമല്ല, നമുക്ക് ഇവിടെ ഭൗതിക ലോകത്ത് കിട്ടുന്ന ഒന്നുമല്ല. അപ്പൊ ബ്രഹ്മവിദ്യ തരുന്നത് എന്താ, ശരിക്കും പറഞ്ഞാൽ മാസ്റ്ററി ഓവർ വൺ സെൽഫ് അല്ലെ. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക. അപ്പൊ നമ്മുടെ അകത്തോട്ട് തിരിയുക. ശരിക്കും നമ്മൾ ആ ഈഗോയെ ഇല്ലാതാക്കി. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ, ഈഗോ ഉള്ളവർക്ക് എലിമിനേഷൻ ഓഫ് ഗോഡ് എന്ന് അതിന്റെ അർത്ഥം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശ്വരനെ പുറത്താക്കുകയാണ് ഈഗോ. ആ ഈഗോ എന്താ വരുന്നത്, ശരീരാഭിമാനം അല്ലെ. ആ ഈഗോയെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ, അവിടെ ആ ഒരു എന്താ പറയുക, ആ സ്വയം ആയിട്ടുള്ള ആത്മജ്യോതി പ്രകാശിക്കും. ആ സെൽഫ് മാസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു സെൽഫ്ലെസ്നെസ്, ഇത് രണ്ടുമാണ് നമുക്ക് ആ ഗുരുപാദുക സ്മരണ കൊണ്ട് കിട്ടുന്നത്. ആ ഒരു ശരിക്കും പറഞ്ഞാല് സാധാരണ കിങ്ഡം അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാല് ഈ കാണപ്പെടുന്ന കുറെ ഏക്കർ കണക്കിന് സ്ഥലം അല്ല രാജ്യം. എന്താണ്, ഇറ്റേണൽ കിങ്ഡം അല്ലെ. ആ വേറൊരു ഈ നമ്മൾ പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ വന്നു പോയിരിക്കുന്നതാണ്, താൽക്കാലികമാണ്. കുറച്ചുനാൾ നമ്മൾ പിടിച്ചടക്കി നമ്മുടെ കൺട്രോളിൽ വെക്കാം, അത് കഴിയുമ്പോൾ അത് നമ്മളെ വിട്ടുപോകും. പക്ഷെ ഈ ഇറ്റേണൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്താ, അത് നമുക്ക് സ്വന്തമാക്കി തരുന്ന ആളാണ് ഗുരു. ഒരിക്കലും മാറാത്ത ഏറ്റവും ഉയർന്ന ഇറ്റേണൽ കിങ്ഡം അല്ലെ. അപ്പൊ സദ്ഗുരു എപ്പോ വേണമെങ്കിലും തന്റെ ശിഷ്യനെ പ്രപഞ്ച രാജാവാക്കി തീർക്കും. അതിനാണ് നമ്മൾ ഗുരുവിനെ ശരണാഗതി ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ എപ്പോഴാണ് നമുക്കത് നമ്മുടെ ഉള്ളില് തെളിയുന്നത് അല്ലെ. നമുക്ക് എപ്പോഴാണ് അത് കത്തുക എന്ന് പറയും നമ്മൾ, പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും. ചിലപ്പോ എപ്പോഴാണോ അതിന്റെ സുമുഹൂർത്തം വരുന്നത്, നമുക്ക് ഈശ്വരനെ തിരിച്ചറിയാനുള്ള അവസരം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉണ്ടാകും. അതിനെന്ത് വേണം, ഈ ഗുരുവിന്റെ അനുഗ്രഹം വേണം. അപ്പൊ ഗുരു എന്ന് പറയുന്നത് കിങ് മേക്കർ ആണ് അല്ലെ. രാജാക്കന്മാരെ ഉണ്ടാക്കണം. നമുക്ക് കിട്ടുന്ന എന്താ, സ്വന്തം സാമ്രാജ്യം. നമ്മുടെ ഉള്ളില് നമ്മുടേതായിട്ടൊരു സാമ്രാജ്യം ഉണ്ട് നമുക്ക്. അവിടെ നമ്മൾ സാമ്രാട്ടാണ്. അവിടെ ചിലപ്പോ രാജസിംഹാസനങ്ങളോ ചെങ്കോലോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ പ്രപഞ്ചത്തിന്റെ രാജ്ഞിയായിരിക്കുന്ന അമ്മയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും അമ്മയുടെ മകനോ മകളോ ആണെങ്കിൽ എന്താ, നമുക്ക് ഹെറിഡിറ്ററി അനുസരിച്ച് എന്താ, നമുക്ക് അടുത്ത അനന്തര അവകാശിക്ക് അത് കിട്ടുക. അപ്പൊ നമ്മുടെ രാജ്യത്തില് നമുക്ക് കിട്ടേണ്ടെന്ന നമ്മൾ തന്നെയാണ് അതിന്റെ സ്വന്തക്കാര്. ആ ഈശ്വരനാണ് നമ്മുടെ രാജ്യം എന്ന് തിരിച്ചറിഞ്ഞാല് ഈശ്വരന്റെ ബന്ധുവല്ല, സ്വന്തം മക്കളാണ് നമ്മളെല്ലാരും. ആ വലിയ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥരായിട്ട് തീരുകയാണ് ഇല്ല. അതുകൊണ്ടാണ് കിങ് മേക്കർ എന്നൊക്കെ പറയുന്നത്. ശിഷ്യൻ ഗുരുവിന് ശരണാഗതി ചെയ്ത് കൂടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ശിഷ്യൻ ഗുരുവിൽ നിന്ന് ഒരുപാട് അകലത്തേക്ക് പോകും. ഇപ്പൊ പോയി കഴിഞ്ഞവര്, വലിയ സ്ഥാനമാനങ്ങൾ നേടിയവര്, അവരൊരിക്കലും അവര് ഗുരുവിനെ മറക്കുന്നില്ല അല്ലെ. തിരിച്ചു വന്ന് ആ പാദങ്ങളിൽ നമസ്കരിക്കണം. തനിക്ക് തന്നിരിക്കുന്ന എല്ലാ ഭൗതിക ഐശ്വര്യങ്ങളും അതിന്റെ കൂടെ തന്നെ ആധ്യാത്മികമായിരിക്കണം സ്വന്തം സാമ്രാജ്യ ലബ്ധി, അതും ഗുരു കൊടുത്തിരിക്കുകയാണ്. നന്ദിയോടെ വന്ന് ഗുരുപാദുകങ്ങളെ നമസ്കരിക്കുന്നു. അവരുടെ ആ ശിരസിൽ വെച്ചിരിക്കുന്ന കിരീടത്തിന്റെ കാന്തി കൊണ്ട് ആ രണ്ട് ഗുരുപാദുകങ്ങള് സ്വർണ മത്സ്യങ്ങളെ പോലെ അല്ലെ, ശശകന്യകാഭ്യാം, രണ്ട് മത്സ്യങ്ങളെ പോലെ ആ പ്രകാശത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അതിനായിക്കൊണ്ട് നമസ്കാരം. എന്ത് മനോഹരമായിരിക്കുന്ന ഒരു ആശയമാണ് ശങ്കര ഭഗവത്പാദർ ഇവിടെ പറയുന്നത്. അപ്പോ എന്താ പറയാ, നമ്മൾ എപ്പോഴും ബുദ്ധിക്ക് ശരണാഗതി ചെയ്യണം. നമുക്ക് ബ്രഹ്മവിവേകം ഉണ്ടാകണം എന്ന് അർത്ഥം. അത് ഉണ്ടാക്കി തരുന്ന ആളിനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അടുത്തത് 6ാമത്തെ ശ്ലോകം നോക്കാം. 6ാമത്തെ ശ്ലോകം, പാപാന്ധകാരാർക്ക പരമ്പരാഭ്യാം താപത്രയാഹീന്ദ്ര ഖഗേശ്വരാഭ്യാം ജാഡ്യാബ്ദി സംശോഷണവാടവാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ഗുരുപാദുകങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം ഭവിക്കട്ടെ. ആ ഗുരുപാദുകങ്ങളെ ഇവിടെ 3 രീതിയിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു എല്ലാത്തിലും 3 വരുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്, പാപാന്ധകാരാർക്ക പരമ്പരാഭ്യാം 1, താപത്രയാഹീന്ദ്ര ഖഗേശ്വരാഭ്യാം 2, 3 ജാഡ്യാബ്ദി സംശോഷണവാടവാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ആദ്യത്തേത് എന്താണ്, ആദ്യത്തേത് പാപങ്ങള് അന്ധകാരങ്ങൾ പോലെ, പാപാന്ധകാരം, നമ്മൾ ചെയ്യുന്ന പാപകർമ്മങ്ങള് ഒരു അന്ധകാര രൂപത്തില് അല്ലെ. ആ അന്ധകാരത്തിന് സൂര്യന് തുല്യമാണ് ഗുരുപാദുകങ്ങൾ. അന്ധകാരം എപ്പോഴാ പോകുന്നത്, സൂര്യൻ ഉദിക്കുമ്പോ അല്ലെ. രാത്രി ഇരുട്ടാണ്, സൂര്യൻ ഉദിക്കുമ്പോ ഇനി ആരൊക്കെ വിചാരിച്ചാലും ഇവിടെ ഇരുട്ട് നിൽക്കില്ല, ഇരുട്ടിന് പോയേ പറ്റൂ.
അത് പ്രകൃതി നിയമമാണ് അല്ലേ? അതുപോലെ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ പാപങ്ങളാകുന്ന അന്ധകാരം, നമ്മളെ ഈ സത്യത്തെ മറച്ചിരിക്കുന്ന പാപം കൊണ്ടുണ്ടാകുന്ന അന്ധകാരത്തെ അത് മാറ്റുന്നു. അർക്ക പരമ്പര എന്ന് പറഞ്ഞാൽ സൂര്യന്റെ നിരകള്, ഒരു സൂര്യനല്ല, സൂര്യന്റെ നിരകളാണ് ഇവിടെ പറയുന്നത്. ഗുരുവിന്റെ പാദുകങ്ങൾ അതാണ്. പാപങ്ങളാകുന്ന അന്ധകാരങ്ങൾക്ക്, പാപങ്ങളെ അന്ധകാരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. കാരണം എന്താ? കുറെ കാര്യങ്ങൾ നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ? കാരണം പാപങ്ങൾക്കെല്ലാം തന്നെ സത്യം അറിയാത്തത് കൊണ്ട്, അവനവൻ ആരെന്ന് അറിയാത്തത് കൊണ്ട്, ആ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അറിവില്ലായ്മ, ഞാൻ ആരെന്ന് അറിയാത്തത് കൊണ്ട്, ആ ആദ്യത്തെ അറിവില്ലായ്മ, ഇതിനാണ് നമ്മൾ പ്രൈമോഡിയൽ ഇഗ്നറൻസ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആദ്യത്തെ അറിവില്ലായ്മ എന്താ? ഞാൻ ആര്, അല്ലെ? ഞാൻ ആരാണ്, എനിക്കറിയില്ല ആരാണെന്ന്. കുറച്ച് ശരീരത്തിനോട് ചേർന്ന പേരുകൾ മാത്രമേ നമുക്ക് അറിയാവൂ. അപ്പൊ അവനവനെ മറക്കുന്നത്, ആ വിസ്മൃതി തന്നെയാണ് ആദ്യത്തെ പാപം എന്ന് പറയുന്നത്. അപ്പൊ ദേഹബോധം ഉറച്ച് ദേഹസുഖമാണ് എന്റെ സുഖം എന്ന് ഉറയ്ക്കുന്നതും പാപമാണ്. അപ്പൊ ആരെ പീഡിപ്പിച്ചിട്ടാണെങ്കിലും ഈ ശരീരമാകുന്ന എനിക്ക് സുഖിക്കണം എന്ന് കരുതുന്നത് അത് വേറൊരു പാപം. അപ്പൊ അങ്ങനെ ചൂഷണം, വഞ്ചന തുടങ്ങി ചെയ്യുന്ന എല്ലാ പാപങ്ങളുടെയും പരമ്പര, ഇതിന്റെ തുടക്കം എന്താ? ആത്മസ്വരൂപ വിസ്മൃതിയാണ് ഇതിന്റെ തുടക്കം. ഇതാണ് ആദ്യ പാപം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആത്മസ്വരൂപത്തിനെ അറിഞ്ഞാല് ഇതൊന്നും നമ്മുടേതല്ല, ഇവിടെ ഉപേക്ഷിക്കേണ്ടതാണ്, ഇത് പെർമനന്റ് അല്ല, ഇത് ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു പാപവും ഇതിന്റെ കൂടെ ചെയ്യില്ല. കാരണം പ്രയോജനമില്ലാത്തതാണ് ചെയ്യുന്ന പാപങ്ങളെല്ലാം തന്നെ. ഒരു പ്രയോജനവും ഇല്ല. എന്താ? നമുക്ക് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എന്തൊക്കെ ഇവിടുന്ന് നേടിയാലും ശരീരത്തെ പോഷിപ്പിക്കാനും ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഖ്യാതി നേടാനും ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളത് നേടിയാൽ എല്ലാം ഒരു കാലം നമ്മളിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ഇല്ലേ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കണം. ഈ സത്യം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും തട്ടിപ്പറിക്കാനോ കൂടുതൽ ഇതിന് സുഖം കൊടുക്കാനോ പോകുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ആത്മസ്വരൂപ വിസ്മൃതി, ഇതാണ് ആദി പാപം എന്ന് പറയുന്നത്. ഞാൻ സച്ചിദാനന്ദ ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വര സ്വരൂപം, പൂർണ്ണനാണ് ഞാൻ, എനിക്ക് കുറവുകളില്ല, നാശമില്ല, ഞാൻ ഈ ചൈതന്യ ആനന്ദമൂർത്തിയാണ്. ഈ ചിന്ത വന്നാല് ആ ഒരു അല്പമായ ഒരു ദേഹമാണെന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും ഒരു പാപവും ചെയ്യില്ല. അപ്പൊ ഈ അല്പത്തെ പൂർണ്ണനാക്കാനുള്ള ആ ഒരു മിഥ്യാ പരിശ്രമമാണ് നമ്മളെ ജീവിത പ്രാരാബ്ധം എന്ന് പറഞ്ഞ് ഇവിടെ ഓടിക്കൊണ്ട് നടക്കുന്നത്. ഈ അല്പം ഒരിക്കലും പൂർണ്ണമാവില്ല. കാരണം എന്താ? ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് അല്ലെ? ഇത് അല്പമാണ്. ഒരു വലുതിന്റെ ഒരു കുറച്ച് സാധനങ്ങൾ എടുത്ത് ഉണ്ടാക്കിയത്. പൂർണ്ണ വസ്തു ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ശരീരത്തില് അപൂർണത തോന്നുന്നത്. പൂർണ്ണ വസ്തുവിനെ അറിഞ്ഞാൽ ശരീരം അപൂർണമാണ് നമുക്ക് ഒരിക്കലും തോന്നില്ല. ശരീരം നമുക്കൊരു ഉപാധിയാണ് അല്ലെ? ഇതിലൂടെയാണ് നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ സന്തോഷത്തോടെ ശരീരത്തെ റീറ്റെയിൻ ചെയ്യും, അതിന് വേണ്ടതൊക്കെ കൊടുക്കും, നല്ലതാക്കി വെക്കും ശരീരത്തെ. എന്താ കാര്യം? ഫുള്ളി ത്രൂ ദിസ് ഇൻസ്ട്രുമെന്റ് നമുക്ക് ആ ഈശ്വരനെ അറിയാൻ പറ്റും. ഈ ഇൻസ്ട്രുമെന്റിനെ നന്നായിട്ട് വെക്കണം എന്ന് നമുക്കറിയാം. പക്ഷെ ഇത് സത്യമാണോ? അല്ല. അപ്പൊ ആ ഒരു സത്യത്വ വസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മം നമ്മളിലുണ്ട്. അപ്പൊ ഈ ശരീരത്തെ പൂർണ്ണമാക്കാൻ പിന്നെ നമ്മൾ നടക്കില്ല. അപ്പൊ ഈ പരിശ്രമം നമ്മൾ ഈ കിടന്ന് ജീവിതത്തിന്റെ നെട്ടോട്ടം ഓടുന്നത് മുഴുവനും എന്തിനാ? ഈ ശരീരത്തെ സംതൃപ്തി അടയിക്കാൻ, ശരീര സുഖങ്ങൾക്ക് വേണ്ടി അതിനെ ഇവിടെ റീറ്റെയിൻ ചെയ്യാനും അല്ലെ, അത് വലുതാണെന്ന് കാണിക്കാനും എന്തൊക്കെയോ പറയുന്നു. നാമരൂപങ്ങളിലൊക്കെ ഭ്രമിച്ച് ഇതാണ് അതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു. അപ്പോ ജീവിത പ്രാരാബ്ധം എന്ന് പറഞ്ഞ് നമ്മൾ ഓടി നടക്കാൻ കാരണം എന്താ? ഈ അപൂർണ ശരീരം, നമുക്ക് ഉള്ളില് പൂർണ്ണത്വത്തെ അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ഓട്ടപാത്രത്തിൽ എത്ര വെള്ളം ഒഴിച്ചാലും അത് ചോർന്നു പൊക്കൊണ്ടേയിരിക്കും അല്ലെ? അതുപോലെ നവദ്വാരമുള്ള ഒരു കുടമാണ്. നവദ്വാരേ പുരേ ദേഹി, എപ്പോഴും ഉപനിഷത്ത് വാക്യമാണ് ഇതല്ലേ? നവദ്വാരമുള്ള ഒരു കുടമാണ് ഈ ശരീരം. ഇത് ചിന്തിക്കാതെ അതില് ഓടി നടന്ന് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? വെള്ളം നിറയാത്തത് കൊണ്ട് സദാ ദുഃഖിതരാണ് നമ്മൾ. എത്ര വെള്ളം ഒഴിച്ചാലും അത് പൊക്കോണ്ടേയിരിക്കണം അല്ലെ? അവസാനം എന്താ ചെയ്യുന്നത്? തളർന്ന് ഓടി 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 ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ട് അതിനെ ഇതാക്കാൻ മാറി മാറി ഓടി ഒഴിച്ച വെള്ളങ്ങൾ ഒന്നും കാണാനില്ല, എല്ലാം ഒഴുകിപ്പോയി അല്ലെ? അവസാനം തളർന്ന് കിടക്കുകയാണ്. എവിടെയാണ് ഒഴിച്ചതെന്ന് നോക്കുന്നില്ല, ഈ ഓട്ടയുണ്ടോ നോക്കുന്നില്ല, ഓട്ടപാത്രത്തിലാണ് ഒഴിച്ചതെന്ന് അറിയുന്നില്ല. അപ്പൊ വൃഥാ പരിശ്രമിച്ച് ആ ഒരു എന്താ പറയാ, ചിന്തിക്കാനേ സമയമില്ല. കാരണം വെള്ളം കോരുന്നു, ഒഴിക്കുന്നു അല്ലെ? നമുക്ക് മാനസിക രോഗിയായിട്ടുള്ള ഒരാളെ, ഒരു ഭയങ്കര നശീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു സ്വഭാവമാണെങ്കിൽ നമ്മളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്?
മെന്റൽ അസൈലത്തിൽ അവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കും, ഇല്ലെ? തുടയ്ക്കാൻ, തൂക്കാൻ, ഇല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ. കാരണം അവര് വേറെ എന്തെങ്കിലും അവരുടെ മനസ്സ് പോയി കഴിഞ്ഞാൽ അവർ അതെല്ലാം നശിപ്പിക്കും, ഇല്ലാതാക്കുക. കാരണം അവർക്ക് ആ മെന്റൽ ബാലൻസ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ കൊടുക്കുന്നത്? വെള്ളം കോരാൻ പറയും. തൊട്ടിയും കയറും ഒക്കെ കൊണ്ടുവന്ന് കിണർ കാണിച്ചു കൊടുക്കും, വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കാൻ. കൊടുക്കുന്ന എന്താ? ഓട്ടപാത്രമായിരിക്കും. കാരണം പറ്റത് ഇവര് പെട്ടെന്ന് നിറച്ചിട്ട് ഇനിയും തരൂ, ഇനിയും തരൂ, ജോലി തരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓട്ടപാത്രം കൊണ്ട് വെച്ച് കൊടുക്കും. അതിനകത്ത് ഇവര് വെള്ളം കോരി നിറച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? നിറയുന്നത് എല്ലാം പൊക്കോണ്ടേയിരിക്കും ഒരു വശത്ത്. ഒരിക്കലും നിറയാത്ത പാത്രത്തിലാണ് നിറച്ചുകൊണ്ടേയിരിക്കുന്നത്. അതെന്താ? അവരുടെ മനസ്സ് അവർക്ക് തന്നെ അറിയില്ല എന്താണെന്ന്. അവർക്ക് സത്യത്തെ അറിയില്ല. ജലം നഷ്ടപ്പെട്ട് പോകുന്നത് പോലും അവരറിയുന്നില്ല. അതുപോലെയാണ് ഈ ഒരു ഭ്രാന്തമായിട്ടുള്ള ആവേശത്തിലാണ് ഈ ലോകത്ത് മനുഷ്യര്. ഒരു പരിഭ്രാന്തി, എന്തൊക്കെയോ നേടണം, ഇനിയും വേണം, ഇനിയും വേണം, അല്ലെ? കിട്ടിയതൊന്നും പോരാ. അപ്പൊ ഈ നിറയാത്ത ഓട്ടപാത്രത്തിലാണ് ഇത് നിറച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയുന്നില്ല. ഇത് നിറച്ചിട്ട് എന്താ പ്രയോജനം? നിറച്ചു എപ്പോഴെങ്കിലും നിറയോ? അത് നിറയാതെ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെ കാലം ഈ പാത്രത്തെ ഇല്ലാതാക്കുക, അല്ലേ? അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് ഓട്ടപാത്രങ്ങളൊന്നും അല്ല, നിറഞ്ഞിരിക്കുന്ന സമുദ്രമാണ്. നമ്മള് എന്താ പറയാ, നമുക്കിത് അറിയാത്തത് കൊണ്ടാണ്. ആപൂര്യമാണ് അജലപ്രതിഷ്ഠം സമുദ്രം. 24 ഗുരുക്കന്മാരിൽ എന്താ? സമുദ്രത്തെ കണ്ടുപഠിക്കാനാണ് പറയുന്നത് ദത്താത്രേയൻ. നമുക്ക് സമുദ്രത്തെ കാരണം നമ്മള് വളരെയധികം ആഴമുള്ള, ആഴങ്ങളിൽ മുത്തുച്ചിപ്പികളുള്ള, അല്ലെ, അനേകം രത്നങ്ങളുള്ള ഒരു സമുദ്രമാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ആ മഹാതത്വം. അതുകൊണ്ടാണ് ആപൂര്യമാണ് അജലപ്രതിഷ്ഠം. അജലപ്രതിഷ്ഠം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത, മാറ്റങ്ങളില്ലാത്ത ആ എന്തോ സത്താണ് നമ്മുടെ, എന്താ പറയാ, ഈ ഉണ്മ. അതാണ് നമ്മുടെ അവസ്ഥ, അല്ലെ? അത് അറിഞ്ഞാല് ആ വെള്ളം കോരല് നമ്മൾ നിർത്തും, അല്ലേ? എന്തിനാ ഈ വെള്ളം കോരുന്നത്? മറ്റുള്ളവരെ ദ്രോഹിക്കുക, പല പല ഹിംസകൾ ചെയ്യുക, അല്ലെ? ഇതെല്ലാം നിർത്തി പൂർണ്ണതയെ നമ്മൾ അറിയണം. നമ്മൾ ഉള്ളിലോട്ട് തിരിയുമ്പോൾ നമുക്ക് ഈ പൂർണ്ണതയെ അറിയാൻ പറ്റും. അപ്പൊ ഈ ജ്ഞാനം തരുന്നത്, ഇരുട്ടാകുന്ന ഈ അജ്ഞാനത്തെ നീക്കുന്നത് സൂര്യനായിരിക്കുന്ന ഗുരുനാഥന്റെ പാദുകങ്ങളാണ്. ആ പാദുകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവാണ് സൂര്യൻ. അർക്ക പരമ്പരാഭ്യാം, ഈ സൂര്യനെ പോലുള്ള പാദുകങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. സൂര്യന്റെ വെളിച്ചത്തില് ഇരുട്ട് പോകുന്ന പോലെ ഈ അജ്ഞാനത്തിൽ, ഈ ആത്മജ്ഞാനത്തില് പാപങ്ങളായിരിക്കുന്ന ആ, എന്താ പറയാ, പാപങ്ങളെ ക്ഷയിക്കുന്നു, ഇരുട്ട് അകലുന്നു. പാപങ്ങളെ ക്ഷയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു. പാപങ്ങളാണ് ദുഃഖങ്ങളും തടസ്സങ്ങളുമായിട്ട് നമുക്ക് വന്നു ചേരുന്നത്. മുൻപ് ചെയ്ത പാപങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഇല്ലാതാകുന്നു. അപ്പൊ ഗുരുപാദുകങ്ങളാകുന്ന സൂര്യ തേജസ് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നു എന്നർത്ഥം. അപ്പൊ അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിത മേന തസ്മൈ ശ്രീ ഗുരവേ നമ. ജ്ഞാനമാകുന്ന അഞ്ജന ശലാക കൊണ്ട്, ആ അഞ്ജന ശലാക കൊണ്ട് എന്താ ഗുരു ചെയ്യുന്നത്? അജ്ഞാന തിമിരത്തെ, അജ്ഞാന തിമിരം ബാധിച്ചിരിക്കുന്ന ആർക്കാ? നമുക്ക്, നമ്മുടെ കണ്ണുകളില്, അല്ലെ? നമുക്ക് കാഴ്ച, ക്ലാരിറ്റി ഓഫ് വിഷൻ ഇല്ല, സുദർശനമില്ല. ഭഗവാന്റെ കയ്യിലെ സുദർശന ചക്രം, അല്ലെ? നമുക്ക് സുദർശനത്തെ, നല്ല വിഷനെ തരുന്നു, നല്ല ക്ലാരിറ്റി ഓഫ് വിഷൻ തരുന്നു. അപ്പൊ നമ്മുടെ അജ്ഞാന തിമിരം ബാധിച്ച നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കട്ടെ. അതിനായിട്ട് ജ്ഞാനപ്രതീകങ്ങളായിരിക്കുന്ന ഗുരുപാദുകങ്ങളെ ഞാനിത് ആശ്രയിക്കുകയാണ്. പിന്നെന്താ? താപത്രയാഹീന്ദ്ര ഖഗേശ്വരാഭ്യാം. ഖഗം എന്ന് പറഞ്ഞാൽ പക്ഷി, അല്ലെ? ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ഗ എന്ന് പറഞ്ഞാൽ എന്താ? ഗമിക്കുക. അപ്പൊ ഖഗേശ്വരൻ എന്ന് പറഞ്ഞാല് സാക്ഷാൽ പക്ഷി രാജാവായിരിക്കുന്ന ഗരുഡൻ. അപ്പൊ ഗുരുപാദുകങ്ങളെയാണ് രണ്ട് ഗരുഡന്മാരായിട്ടാണ് ഇവിടെ പറയുന്നത്. ആർക്ക് എതിരെയാണ് ഈ ഗരുഡന്മാര് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാല് അഹീന്ദ്രന്മാർക്ക്. അഹി എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പ്. വലിയ വലിയ, എന്താ പറയാ, ആ ഒരു ശക്തന്മാരായ സർപ്പങ്ങള്. അപ്പൊ ഇവിടെ താപത്രയങ്ങളാണ് സർപ്പങ്ങൾ എന്ന് പറയുന്നത്. താപത്രയങ്ങൾ, ഒരു മനുഷ്യന് 3 താപത്രയങ്ങളാ ഉള്ളത്. അതിനാണ് നമ്മൾ 3 പ്രാവശ്യം ശാന്തി മന്ത്രം പറയുന്നത്, ഇല്ലേ? അപ്പൊ ഇവിടെ വലിയ പാമ്പുകൾ, വിഷസർപ്പങ്ങളാണ് 3 താപത്രയങ്ങൾ എന്ന് പറയണു. ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. ഇങ്ങനെയുള്ള താപത്രയങ്ങളാകുന്ന 3 മഹാസർപ്പങ്ങൾക്ക് ഭയമുണ്ടാക്കുന്ന 2 ഗരുഡന്മാരാണ് ഗുരുപാദുകങ്ങൾ. അതിനെ ഞാൻ നമസ്കരിക്കുന്നു. ഗരുഡന്റെ നിഴല് കണ്ടാൽ മതി, സർപ്പങ്ങൾ ഓടി ഒളിക്കും. അപ്പൊ ആകാശത്ത് പറക്കുന്ന ഗരുഡന്റെ ചിറകിന്റെ നിഴല് കണ്ടാൽ മതി, സർപ്പങ്ങൾ ഓടി മാളങ്ങളിൽ പോയി ഒളിക്കും. കാരണം അത്ര ഭയമാണ് ഗരുഡന്. പക്ഷിരാജനാണ് ഗരുഡൻ, അല്ലെ? ഗരുഡന്റെ ഭക്ഷണം എന്താ? സർപ്പമാണ്. ഗരുഡൻ സർപ്പങ്ങളെ കണ്ടാൽ മതി, താന്ന് വന്ന് വളരെ ഷാർപ്പായിട്ട് വന്ന് അതിനെ കൊത്തിക്കൊണ്ട് പോകും.
രാമായണത്തില് രാവണപുത്രനായിരിക്കുന്ന ഇന്ദ്രജിത്ത് നാഗാസ്ത്രം കൊണ്ട് വാനര സൈന്യത്തെ മുഴുവൻ രാമലക്ഷ്മണന്മാരെ ഉൾപ്പെടുത്തി തന്നെ ആ ഒരു ബന്ധനത്തിലാക്കി എന്ന് പറയുന്നു. നാഗാസ്ത്ര ബന്ധനം ശ്രീരാമസ്വാമി മനസ്സുകൊണ്ട് എന്താ ചെയ്തത്? തന്റെ വാഹനമായിരിക്കുന്ന ഗരുഡനെ ഒന്ന് സ്മരിച്ചതേ ഉള്ളൂ. ഗരുഡൻ ആകാശത്ത് വന്നു എന്നാ പറയുന്നത്. അപ്പോ തന്നെ നാഗാസ്ത്രം ബന്ധനം വേർപെട്ടു. നാഗാസ്ത്രം കൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ മയക്കിയിട്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പോ ആ നാഗാരി രാമപാദം വണങ്ങിയിടിനാൻ നാഗാസ്ത്ര ബന്ധനം വേർപെട്ടിതപ്പോഴേ. രാമായണം പറയണു, നാഗാരി രാമ പാദം വണങ്ങി. എപ്പോഴാണോ രാമൻ ഒന്ന് സ്മരിച്ചത് ഗരുഡനെ, ആ എന്ത് ചെയ്തു? നാഗാരി എന്ന് പറഞ്ഞാൽ ആരാ? ഗരുഡൻ. ആകാശത്ത് വന്ന് രാമനെ തൊഴുത് ആ നിഴല് കണ്ടേ ഉള്ളൂ. നാഗാസ്ത്ര ബന്ധനം എന്ന് പറയുന്ന നമ്മളെ മനസ്സിന്റെ ബന്ധനമാണത്. നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കാന്ന് പറഞ്ഞാൽ എന്താ? മനസ്സുകൊണ്ട് നമ്മള് വിമോഹിതരായിട്ട് തീരുന്നു. ആ ബന്ധനം പോയി അല്ലെ, വേർപെട്ടിത് അപ്പോഴേ. ആ നിമിഷം ഗരുഡന്റെ ആ ഒരു നിഴല് കണ്ടപ്പോ തന്നെ നാഗാസ്ത്രം എല്ലാം അഴിഞ്ഞു പോയി. ആ നാഗാരിയായിരിക്കുന്ന ഗരുഡന്റെ വരവ് അതിഭയങ്കരമായിട്ടാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് അല്ല. ആ ഒരു എന്താ, ശ്രീരാമചന്ദ്ര പ്രഭു മനസ്സുകൊണ്ട് ഒരു നിമിഷം മാത്രം എന്റെ വാഹനത്തെ ഒന്ന് സ്മരിച്ചു. തന്റെ വാഹനം എവിടെ, ഗരുഡൻ എവിടെയെന്നൊന്ന് ചിന്തിച്ചേ ഉള്ളൂ. അതിന്റെ ആ ഒരു വർണ്ണന വളരെ രസമാണ് കേൾക്കാനായിട്ട്. 7 സമുദ്രങ്ങളെ വിറപ്പിച്ചുകൊണ്ട് അല്ലെ, വൈകുണ്ഠത്തു നിന്ന് ആ ഗരുഡൻ പുറപ്പെടുകയാണ്, തിരമാലകളൊക്കെ ചിറകടിച്ചുകൊണ്ട്. കാരണം തന്റെ മാസ്റ്റർ അല്ലെ, തന്റെ ഗുരു, തന്റെ എന്താ പറയാ, തന്റെ സദാ തന്റെ പുറത്ത് എഴുന്നള്ളുന്ന മഹാവിഷ്ണുവാണ് രാമനായിട്ട് വന്ന് നിൽക്കുന്നത്. അദ്ദേഹമാണ് തന്നെ ആവശ്യത്തിന് എന്തൊരു ഭയങ്കര സന്തോഷത്തോടു കൂടി തനിക്ക് തന്റെ ആ ഒരു മാസ്റ്റർ, ഒരു സ്വാമിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചു നടക്കുകയാണ് ആ ഒരു ഗരുഡൻ. അദ്ദേഹം രാമചന്ദ്രപ്രഭു മനസ്സിൽ വിചാരിച്ച ഉടനെ തന്നെ അതിഭീകരമായിട്ട് അവിടെ നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ് അല്ലെ. ചിറകുകളൊക്കെ ഉയർത്തി ഒരു വലിയ വിമാനം വരുന്ന പോലെ ചിറകടിച്ചുകൊണ്ട് സമുദ്രത്തേക്ക് വിറപ്പിച്ചുകൊണ്ട് ആ ആ ചിറകടി ശബ്ദം കേട്ടല്ല ചെറിയ പക്ഷികളൊക്കെ ഭയപ്പെട്ടു എന്നാ പറയണത്. അങ്ങനെ ഉയർന്നു പൊങ്ങി 7 പർവ്വതങ്ങളെ കുലുക്കിക്കൊണ്ട് ഗരുഡ ഭഗവാന്റെ വരവ് വളരെ മനോഹരമായ വർണ്ണനയാണ്. അപ്പൊ നാഗാസ്ത്ര ബന്ധനം എന്ന് പറഞ്ഞാല് ഗരുഡന്റെ ചിറകടി അടുത്തെത്തിയപ്പോൾ തന്നെ അഴിഞ്ഞു വീണു. പാമ്പുകൾ ഭയന്നുപോയി അല്ലെ, പേടിച്ചുപോയി. അതുപോലെ നമ്മുടെ താപത്രയങ്ങളാകുന്ന സർപ്പങ്ങള്, അഹീന്ദ്രന്മാർ ഈ ഗുരുനാഥന്റെ പാദുകങ്ങളുടെ ദർശനമാത്രമായി തന്നെ ഇല്ലാതായിട്ട് തീരുന്നു. എല്ലാ മനുഷ്യ ദുഃഖങ്ങളും ഈ 3 പെടുന്നുണ്ട്. ഇതിനെയാണ് താപത്രയങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ദുഃഖങ്ങളും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ശരീരം വന്നാൽ നമുക്കുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും ഇല്ലേ, ഈ ഒരു താപത്രയത്തിൽ വരികയാണ്. ശരീര മനോബുദ്ധികളുടെ ദുഃഖങ്ങള്, ദുരിതങ്ങള്, ഇതിനെയാണ് നമ്മൾ ആധ്യാത്മിക താപം എന്ന് പറയുന്നത്. എന്താണ് ആദിഭൗതികം? എന്നാൽ ചുറ്റുമുള്ളതിൽ നിന്ന് വരുന്ന, അതായത് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വരുന്ന അല്ലെ, മനുഷ്യരെ, ജന്തുക്കള് തുടങ്ങിയവരിൽ നിന്നുണ്ടാകുന്ന പീഡകള്. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇനി ആദിദൈവികം, ആദിഭൗതികം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളിൽ നിന്നെല്ലാം വരുന്നത്. ആദിദൈവികം എന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, ഈശ്വരന്റെ ശക്തികള്. അതായത് പ്രളയം, കൊടുങ്കാറ്റ്, കാട്ടുതീ, ഇടിമിന്നല് തുടങ്ങി ഭയാനകമായിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ആദിദൈവികങ്ങളാണ്. അപ്പൊ ആധ്യാത്മികം എന്ന് പറഞ്ഞത്, ആത്മീകം എന്ന് പറഞ്ഞ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ വരുന്ന ദുഃഖങ്ങള്, ഒന്ന് നമ്മുടെ ചുറ്റുപാട് വരുന്നത്, ഒന്ന് പ്രകൃതിയിൽ നിന്ന് വരുന്നത്, ഈശ്വരൻ നമുക്ക് തരുന്നത് അല്ലെ, ഈശ്വരൻ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങള്. അങ്ങനെ 3 താപത്രയങ്ങള്, അതായത് 3 സോഴ്സിൽ നിന്ന് വരുന്ന ദുഃഖങ്ങള്, ദുരിതങ്ങള്, ദുരിത പരമ്പരകള്, ഇതെല്ലാം തന്നെ ഗുരുവിന്റെ പാദകങ്ങളെ ആശ്രയിക്കുന്നത് വഴി അസ്തമിക്കുന്നു. ഈ പാതകങ്ങളാകുന്ന ഗരുഡൻ വരുന്നതോടുകൂടി പാമ്പുകളാകുന്ന ഭയമാകുന്ന അല്ലെ സർപ്പബന്ധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഇല്ലാതായി തീരുന്നു എന്നർത്ഥം. പിന്നെന്താ? ജാഡ്യാബ്ദി സംശോഷണവാടവാഭ്യാം. ജാഡ്യം എന്ന് പറഞ്ഞാൽ ആലസ്യം ഇല്ലേ, മടി, മന്ദത, മന്ദബുദ്ധി എന്നൊക്കെ പറയാം. മനസ്സ് അല്ലാതെ ഒരു മന്ദ ശരീരം. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു ഉന്മേഷമില്ലാത്ത ജഡം പോലെ ഇരിക്കുന്ന ഒരു സ്വഭാവം, അതിനെയാണ് നമ്മൾ എന്താ പറയാ, ജാഡ്യാബ്ദി. ഈ സ്വഭാവം, അതായത് ഈ ജാഡ്യത പൂർണ്ണമായിരിക്കുന്ന തമോ ഗുണമാണ്. കാരണം ആ ഒരു അബ്ദി പോലെ, ഒരു സമുദ്രം പോലെ ഇങ്ങനെ നമ്മളെ എന്താ ചുറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ ചുറ്റിയിരിക്കുകയാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്യാനായിട്ട് ആലോചിക്കുമ്പോൾ അത് വേണ്ട, ഇപ്പൊ വേണ്ട, എന്നെ കൊണ്ട് വയ്യ, അത് പറ്റില്ല അല്ലെ, ഞാനിത് ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ നമുക്ക് ഉണ്ടാക്കുന്നത് ഈ തമോ ഗുണമാണ്. അപ്പൊ ആ ഒരു വാടവാഗ്നി
ആ ബടവാഗ്നി എന്ന് പറയും. എന്താ ഈ വാടവാഗ്നി? വാടവാഗ്നിക്ക് വേറൊരു പേരാണ് ബടവാഗ്നി. സമുദ്രത്തിൽ ഉണ്ടാകുന്ന ഒരു അഗ്നിയാണ്, സമുദ്രത്തിനെ വറ്റിക്കുന്ന ഒരു അഗ്നി. ഇതെങ്ങനെയാ? സമുദ്രത്തിനകത്താ ഈ അഗ്നി ഉണ്ടാകുന്നത്. നമ്മളെങ്ങനെ ഈ ഒരു ഭൂമി പഞ്ചീകൃതമായിരിക്കുന്ന ഭൂമിയിൽ നമ്മൾ അഗ്നിയിൽ നിന്നാണ് ജലം വരുന്നത് അല്ലേ? അപ്പൊ സമുദ്രത്തിന്റെ അകത്ത് അഗ്നി ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ സമുദ്രത്തിലെ ഉയർന്ന തിരമാലകൾ അത് കാറ്റടിച്ച് തമ്മിൽ തമ്മിൽ ഉരസുമ്പോഴുണ്ടാകുന്ന അഗ്നിയാണ് ബടവാഗ്നി എന്ന് പറയുന്നത്. അപ്പൊ മേഘങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ എങ്ങനെയാണോ മിന്നൽ പിണർ ഉണ്ടാകുന്നത്, അതുപോലെ ഈ ബടവാഗ്നി സമുദ്രത്തിൽ ഉണ്ടാക്കുന്നു. അതായത് ഒരു ഫ്രിക്ഷൻ, അതിൽ നിന്നുണ്ടാകുന്നതാണ് ഈ അഗ്നി. അപ്പൊ സമുദ്ര മധ്യത്തിൽ ചിലപ്പോൾ നമുക്ക് അഗ്നി കാണാൻ സാധിക്കും. അപ്പൊ തിരമാലകൾ കൂട്ടിയിടിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് കറന്റ് ഉണ്ടാവും. ഇതിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത് സമുദ്രത്തിൽ. നമുക്ക് അത്ഭുതം തോന്നും, എങ്ങനെയാ ജലത്തിൽ അഗ്നി ഉണ്ടാകുന്നതെന്ന്. അപ്പൊ ആ ബടവാഗ്നി ഉള്ള സ്ഥലത്തെ ജലം വറ്റിപ്പോവും, അത് നീരാവിയായി പോവും അല്ലെ? അതുപോലെ ജാഡ്യാബ്ദിയെ വറ്റിക്കുന്ന ബടവാഗ്നിയാണ് ഗുരുപാതകങ്ങള്. ഈ ഗുരുപാതകങ്ങളെ ആശ്രയിക്കുന്നതോടുകൂടി ജാഡ്യാബ്ദി വറ്റിപ്പോവും അല്ലെ? ആലസ്യം, മന്ദത, മടി, ഇനേർഷ്യ, ലെതാർജി ഇതെല്ലാം ഇല്ലാതായിട്ട് പോകും, ഇല്ലാതായി തീരും. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ശിഷ്യന്മാരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കും, നമ്മൾ അറിയാതെ തന്നെ. പക്ഷെ ഇത് നമ്മൾ അറിയണമെന്നില്ല, നമ്മൾ അറിയാതെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ആ സാമീപ്യം, ദർശനം, കടാക്ഷം ഇതൊക്കെ മാത്രം മതി. അപ്പൊ തമോ ഗുണമാകുന്ന സമുദ്രത്തെ പറ്റിച്ചു കളയുന്ന ഗുരുപാതകങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മൾ പാപം? ശരിക്കും ആ ഒരു സെൽഫ് ഇൻസൾട്ടിങ് ആക്ഷൻ ഇസ് എ സിൻ. നമ്മൾ പറയുന്ന കർമ്മഫലം ശരിക്കും പറഞ്ഞാൽ ആ കർമ്മഫലം ചെയ്യുന്ന ആളുമായിട്ട് അല്ലെ, ആ ഒരു കർമ്മിയുമായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. സോ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് ആക്ഷൻ ഡൺ ബൈ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് വിത്ത് ആൻ ഇന്റൻഷൻ, ഇതിനെയാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത്. ഈ കർമ്മത്തിന് നമുക്ക് ഫലം ഉറപ്പാണ്. കർമ്മഫലം തീർച്ചയായിട്ടും വരും അല്ലെ? കർമ്മഫല കംസ് ടു ഹും? ടു ദ ഡൂവർ. നമ്മൾ ഡൂവർ ആണ്, ഞാനാണ് ചെയ്യുന്നത്, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് അല്ലെ? കർമ്മഫലം ഞാൻ അനുഭവിക്കണം എന്നുള്ള ചിന്ത വരുമ്പോഴത്തേക്ക് ഞാൻ ആരെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കർമ്മഫലം നമ്മളെ ബാധിക്കുന്നില്ല. അപ്പൊ ഈ കർമ്മഫലം ഞാനാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ആർക്കാ വരുന്നത്? നമുക്ക് തന്നെയാണ് വരുന്നത് അല്ലെ? അത് ബിക്കോസ് നമ്മൾ ചെയ്തത് എന്താ? ആ ഡൂവർഷിപ്പ് കൊണ്ട്, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഞാൻ ചെയ്തു ഇല്ലേ, ആ കർമ്മഫലം ആ ആൾക്ക് തന്നെ വരും. അല്ലാതെ ഞാൻ അറിയാതെ ചെയ്തു ഇല്ലേ, എനിക്ക് അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാല് ആ ഈ ഒരു ഗുരുപാദക സ്തോത്രത്തിന്റെ ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ ഈ കർത്തൃത്വ ഭോക്തൃത്വ ഭാവത്തെ മാറ്റാനാ. ഞാൻ ചെയ്യുന്നു, അപ്പൊ നമ്മൾ ശരീരമാണെന്നുള്ള ബോധം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ഡൂവർഷിപ്പ്, ശരിക്കും കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ആ കർമ്മം ചെയ്യുന്നത് എന്റെ ശരീരമോ മനസ്സോ ബുദ്ധിയല്ല. എന്താ? ഇതിന്റെ അകത്തിരിക്കുന്ന ഈശ്വരനാണ്. എന്നെ ഈശ്വര പ്രേരിതമായിട്ടാണ് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഡൂവർഷിപ്പ് ആർക്ക് കൊടുത്തു? ഈശ്വരന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈശ്വരന് സമർപ്പിക്കുകയാണ് നമ്മുടെ കർമ്മങ്ങള്. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഈശ്വരന് സമർപ്പിച്ചാൽ അത് ആരുടേതായിട്ട് തീർന്നു? ഭഗവാന്റേതായിട്ട് തീർന്നു. നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഈശ്വരനാണ് ഇല്ലേ? അപ്പൊ നമുക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും സമർപ്പണം ചെയ്യൂ എന്ന് പറയുന്നത്. വൈകിട്ട് പൂജ കഴിയുമ്പോ എന്താ? കായേന വാച മനസേന്ദ്രിയർവ പറഞ്ഞ് സമർപ്പിക്കണം. എന്റെ ഉള്ളിലിരിക്കണം. ഞാൻ എന്തുകൊണ്ട് പ്രേരിതൻ തന്നെയാണ്? എന്റെ വാസനകൾ കൊണ്ട്. പക്ഷെ അത് ആരിരിക്കുന്നത് കൊണ്ടാ? എന്റെ ഭഗവാൻ, എന്റെ അമ്മ ഇരിക്കുന്നതുകൊണ്ടാ. അതുകൊണ്ട് അമ്മ ഇതെല്ലാം ഞാൻ ഇവിടെ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു ഈഗോ ഓരോ ദിവസവും നമ്മൾ ഈ സമർപ്പണം ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം എന്തായിട്ട് തീരും? കർമ്മയോഗമായിട്ട് തീരും. അതിനെയാണ് നമ്മൾ ഈ പാപബന്ധനം ഇല്ലാതാക്കും. ഈ പാപം ബന്ധിക്കുന്ന എന്താ? ഞാൻ ശരീരമാണ്, ഞാൻ ചെയ്യുന്നു, ഇന്ന വ്യക്തി ഇന്നത് ചെയ്തു, അത് ഈശ്വരന്റെ ഇതിൽ വന്ന് ഞാൻ അറിയാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് അവിടെ സമർപ്പിച്ചാല് ഈ പാപബന്ധനം ഉണ്ടാവില്ല. ബൈ വർഷിപ്പിംഗ് ഗുരുപാദുകാസ് അല്ലെ, ദ ഡൂവർ തിങ്സ് ദാറ്റ് ദ ലോർഡ് ഓർ ദ ഗുരു വർക്ക്സ് ത്രൂ മീ. എന്റെ ഗുരു ഇല്ലെങ്കിൽ എന്റെ ഈശ്വരൻ എന്നിലൂടെ പ്രവർത്തിക്കാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. എത്ര മാറ്റം വരുന്നു നോക്കൂ. നമുക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ഈ കൊണ്ടുവന്നിരിക്കുന്ന പ്രാരാബ്ധ കർമ്മങ്ങളെ സഞ്ചിതത്തിൽ നിന്ന് എടുത്താണെന്ന് പറഞ്ഞു. നമ്മുടെ സഞ്ചി ഇത്രയും വലുതാവാൻ കാരണം എന്താ? ഈ അറിവില്ലായ്മ കൊണ്ട്, ഇത് അറിയാത്തത് കൊണ്ട് അല്ലെ? അപ്പൊ ഇനി അറിഞ്ഞാൽ എന്താ വേണ്ടത്? ഞാനല്ല ചെയ്യുന്നത്, എന്നെ ആരോ പ്രേരിതമാക്കി. എന്റെ ഞാൻ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങളായിരിക്കാം. പക്ഷെ ഇപ്പൊ എന്തറിഞ്ഞു?
ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തു, ഇനി ഞാൻ ചെയ്യില്ല ഭഗവാനെ, അമ്മ ഞാൻ ഇനി ചെയ്യില്ല, ക്ഷമിക്കൂ. പക്ഷെ ഇപ്പൊ ഈ പ്രാരാബ്ധങ്ങൾ ആരിലൂടെ ചെയ്യുന്നു? അമ്മയിലൂടെ. അമ്മയുടെ സാക്ഷി, അവിടെ അമ്മ ഇരിക്കുകയാണ് കസേരയിൽ, അല്ലേ? അമ്മയുടെ മുമ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മ, ഈ കർമ്മം അമ്മ തന്നെ ഏറ്റെടുക്കണം, ഞാനിതാ സമർപ്പിക്കണം, അല്ലെ? ജ്ഞാനതോ അജ്ഞാനതോ വാപി എന്മയ ആചരിതം ശിവേ ത്വം കൃതം. നീയാണ് ചെയ്തത്, ഞാനല്ല. അപ്പൊ നമ്മൾ എന്താ ഡൂവർഷിപ്പ് ആർക്ക് കൊടുത്തു? അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് സന്തോഷാണ്, അമ്മയ്ക്ക് എന്തും മാറ്റാനുള്ള കഴിവുണ്ട്, നമുക്കാണ് മാറ്റാൻ കഴിവില്ലാത്തവര്. ത്വം കൃതം ഇതി ജ്ഞാത്വ. ഇപ്പൊ എനിക്ക് മനസ്സിലായി അമ്മയാണ് ചെയ്തത്. ക്ഷമസ്വ പരമേശ്വരി, അമ്മ ക്ഷമിക്കൂ. ഇത് അറിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത് അമ്മയാണ് ഇത് ചെയ്തതെന്നല്ലേ. എന്നെ വെറുതെ വിടണേ അമ്മ, എനിക്കൊന്നും ഇത് മാറ്റാനോ, മാറ്റിയത് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ചെയ്തതിനെ മാറ്റി ചെയ്യാനോ ഒന്നും കഴിവില്ലാത്ത ഒരു നിസ്സഹായായിട്ട്, അല്ലേ, ഈ സംസാര സമുദ്രത്തിൽ വീണുപോയി ഞാൻ. അമ്മ അത് ഏറ്റെടുക്കണേ, ഇതാ ഞാൻ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് ജലപൂർവ്വം സമർപ്പിക്കാം, അക്ഷതങ്ങൾ സമർപ്പിക്കാം, പൂവ് സമർപ്പിക്കാം, അല്ലെ? ഗുരുകീലകത്തിൽ എന്താ ചെയ്യുന്നത്? ദേവി മഹാത്മ്യത്തില് എല്ലാ സമർപ്പണമാണ് അവിടെ. എപ്പോ നമ്മൾ മനസ്സുകൊണ്ട് സമർപ്പണം ചെയ്യുന്നു, നമ്മുടെ കർമ്മം കർമ്മയോഗമായിട്ട് തീരുകയാണ്, അല്ലേ? അപ്പൊ ഈശ്വരേച്ഛയാണ് എന്റെ കർമ്മം, ഈശ്വരൻ ഇച്ഛിച്ചു ഇത്, ഈ കർമ്മം എനിക്ക് ഈ ജന്മത്തില്, ഈ ഒരു ജന്മം ഇത്രയും കാലം നീ ജീവിക്കണം, ഭൂമിയിൽ ജീവിക്കണം, പിന്നെ എന്നെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് സഞ്ചിയിൽ നിന്ന് എടുത്ത് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഈശ്വരനാൽ എന്താ പറയാ, നിർദ്ദേശിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം ഈശ്വരന്റെ തന്നെ മാനിഫെസ്റ്റേഷൻ ആണ്, ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചവും. പഞ്ചഭൂതങ്ങളാവട്ടെ, ബാക്കിയുള്ള എല്ലാം, മനസ്സ് ബുദ്ധി അഹങ്കാരം എല്ലാം ഈശ്വരനാണ്. അപ്പൊ ഈശ്വര പ്രേരിതമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡൂവർഷിപ്പ് എന്താ? നമുക്ക് എന്തെങ്കിലും ഡൂവർഷിപ്പ് ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും നമ്മുടേതുണ്ടോ? ഒന്നും നമ്മുടേതില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ആത്മാവും ആത്മാവിൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഉള്ള ശരീരത്തെ ചുമ്മാതെ എന്റേത് 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 എന്ന് ഒരു ഫാൾസ് പ്രസ്റ്റീജ്, ഇതിനാണ് ശരിക്കും പറഞ്ഞാല് മിഥ്യ അഹങ്കാരം, വെറും മിഥ്യ. കയറില് പാമ്പിനെ പോലെ, വെളിച്ചം നോക്കിയപ്പോ അത് പാമ്പൊന്നുമല്ല, വെറും ഒരു കയറിനെ എന്ത് ഭയപ്പെട്ടു നമ്മള്. അതുപോലെ ഈ ശരീരം എന്റേതാണ് എന്റേതാണ്, ഒന്നും എന്റേതല്ല. നമ്മൾ ഉണരുന്നില്ല, നമ്മൾ ആ സത്യത്തിലേക്ക്. ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ? ഉണരുക, ജാഗ്രത. ഉറങ്ങിയിരിക്കുക നമ്മളിപ്പോ. അതുകൊണ്ടാണ് ബുദ്ധ ഭഗവാൻ പറഞ്ഞത് ഉണരൂ, വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഉണരൂ, ഈ സത്യത്തെ അറിയൂ. അപ്പൊ കർമ്മത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. കർമ്മം നല്ലതും ചീത്തയും എല്ലാം 24 hours 24/7 ചെയ്യുന്ന എല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കൂ. കർമ്മക്ഷയത്തെ വരുത്തൂ. എന്നിട്ട് കർമ്മഫലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. ഭഗവാൻ പറയണു നിങ്ങൾ കർമ്മം ചെയ്യൂ. എന്തിനാണ് നിങ്ങൾ കർമ്മഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? ഞാനില്ലേ നിങ്ങളുടെ കൂടെ? കർമ്മണ്യേ വ്യാധികാരത്തെ മാം ഫലേഷു കഥാചന, അല്ലെ? നിങ്ങൾ കർമ്മം ചെയ്യാൻ മാത്രമാണ് നിങ്ങളെ വിട്ടേക്കുന്നത്. നിങ്ങൾ എന്തിനാ ഈ ഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? അവിടെ ഞാനുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഫലം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് ഫലം ഞാൻ തന്നോളാം. ഇതിൽ കൂടുതൽ ഗ്യാരണ്ടി നമുക്ക് എന്താ വേണ്ടത്? ഈ അറിവ് നമുക്ക് ഗുരുവിന്റെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ അറിവ് കിട്ടി നമ്മുടെ മനസ്സ് ശുദ്ധമാവുള്ളൂ, അല്ലേ? അപ്പോ ഈ ശരിക്കും ഭഗവാൻ പറയുന്ന എന്താ? കർമ്മണ്യ വ്യാധികാരസ്ഥയില് എവറിത്തിങ് വർക്കിംഗ് ത്രൂ മീ, നോട്ട് ബൈ മീ, ത്രൂ മീ. നോട്ട് ബൈ മീ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അല്ല, എന്നിലൂടെ നടക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളിലൂടെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇരിക്കുന്നു ഈശ്വരൻ, അതിലൂടെ നടക്കുന്നു, അല്ലെ? നമ്മളിലും ഇരിക്കുന്നുണ്ട് ആ ഭഗവാന്റെ ഒരു കണിക. അതിലൂടെയാണ് ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. അതാണ് നോട്ട് ബൈ മീ എന്ന് പറഞ്ഞാൽ ത്രൂ മീ എന്ന് പറയാൻ കാരണം. സോ ഹൂ ആം ഐ? അല്ലെ? ഐ ആം ദ സുപ്രീം ലോർഡ്. എവറിത്തിങ് ഹാപ്പൻസ് ഡ്യൂ ടു ദി ഫാൾസ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ ബോഡി. ശരിക്കും നമുക്ക് തെറ്റായിട്ടുള്ള ശരീര ജ്ഞാനം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അത് മാറ്റാൻ സമയമായി. ആ ഗുരുപാദുകങ്ങൾ, എന്റെ ശിരസിലിരിക്കുന്ന എന്റെ ഗുരുപാദുകങ്ങൾ എനിക്ക് ആ സത്യമായിരിക്കുന്ന അറിവിനെ തരട്ടെ, കറക്റ്റായിരിക്കുന്ന ജ്ഞാനത്തെ തരട്ടെ. ഈ പാതുക ധ്യാനം നമുക്ക് പുതിയ പാപങ്ങളെ ഇല്ലാതാക്കണു. കാരണം ഇത്രയും നാൾ ചെയ്തത് പോട്ടെ, കാരണം അത് ക്ഷമിക്കാൻ ഈശ്വരന് പറ്റും. ഈ അറിവോടുകൂടി ഇനിയുള്ള കാലം നമ്മളൊരു സമർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മത്തെ അവിടെ സമർപ്പിച്ചാൽ എല്ലാം നല്ലതാവട്ടെ. ഒരു നല്ല വാർത്ത കേട്ടു, ഇല്ലേ? അയ്യോ ഭഗവാനെ, അമ്മ ഇത് അമ്മയുടെ അനുഗ്രഹം, എനിക്കിതാ കിട്ടി, കൊണ്ടുവന്ന് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കും. എത്ര സമയം വേണം, ഇല്ലേ? ഒരു സെക്കൻഡ് മതി. നല്ല വാർത്തകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, അവർക്ക് നല്ല ജോലി, പ്രൊമോഷൻ കിട്ടി, എനിക്ക് ലോട്ടറി അടിച്ചു, എന്തോ ആവട്ടെ, നല്ലൊരു കാര്യം കേൾക്കുക. നല്ല നല്ല വാർത്തകൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ, റിലേറ്റീവ്സിന്റെ, പ്രപഞ്ചത്തില് ഏത് കേട്ടാലും അയ്യോ അമ്മ എന്താണ്, അമ്മയുടെ അനുഗ്രഹം വലുതാണ്, അമ്മയാണ് എനിക്കിത് തന്നത്. ഈ ഒരു ഭാവം, ഒരു വിനയഭാവം
എല്ലാത്തിനോടുമുള്ള ആ ഒരു പ്രപഞ്ചത്തിനോട്, ഈശ്വരനോട്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന എല്ലാത്തിനോടും തന്നെ നമുക്ക് ആ ഒരു സന്തോഷത്തോടുകൂടി, അത് ഈശ്വരനാണ്. അപ്പൊ എത്രയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ സന്തോഷിക്കുന്നത്? നമുക്കുള്ളതിന്റെ 1000 ഇരട്ടിയാണ്. കാരണം കണ്ടില്ലേ, എന്റെ കുട്ടി എത്ര നല്ലതാണ്, എന്റെ കുഞ്ഞ് എത്ര നല്ലതാണ്, ആ നോക്കൂ, എല്ലാം ഈശ്വരൻ. ആ ഈശ്വരനെ അവൻ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അവന്റെ പാപങ്ങളൊന്നും അവന് വേണ്ട. കൊണ്ടുവന്നിരിക്കുന്ന പാപം പോലും ചിലപ്പോൾ നശിക്കാൻ ഇടയാവും. കാരണം നല്ല സ്വഭാവം കൊണ്ട് നമുക്ക് ഡബിൾ പ്രൊമോഷൻ ഒക്കെ എന്ന കുട്ടികൾക്ക് കിട്ടാൻ കാരണം, നല്ല മിടുക്കരായിട്ട് പഠിക്കുന്നവർക്ക് 2 ക്ലാസ് ഒക്കെ അവർക്ക് പ്രൊമോട്ട് ചെയ്ത് വിടും. കാരണം അവർക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇനി ആ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ സത്യത്തെ നമുക്ക് ഈശ്വരൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി, കണ്ടോ, സത്യത്തെ മനസ്സിലായി, ഇനി അവനെ വിഷമിപ്പിക്കണ്ട എന്ന് ചിന്തിച്ചാൽ എന്താ കുഴപ്പം? നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സഞ്ചി ഒരു നിമിഷം കൊണ്ട്, അല്ലെ, ഹരതി നിമിഷ, എല്ലാം ഈ കാലം ഇല്ലാതാക്കുന്ന പോലെ നമ്മുടെ പ്രാരാബ്ധങ്ങളും നമ്മുടെ സഞ്ചിത കർമ്മങ്ങളും ഇല്ലാതാക്കാൻ ഒരു ചെറിയ തീപ്പെട്ടി കൊള്ളി മതി. എത്ര വലിയ ബാഗ് ആവട്ടെ കൊണ്ടുവന്നത്, ഒരു നിമിഷം. എത്ര വലിയ പേപ്പർ കൂനയിട്ട് കത്തിച്ചു നോക്കൂ, ഒരു നിമിഷം കൊണ്ട് അത് കത്തിച്ചാമ്പലാവും, അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് ചിന്ത്യതേ ഹൃദയ ഗ്രന്ഥി. നമ്മുടെ ആ ഹൃദയ ഗ്രന്ഥിയെ ഭേദിക്കാൻ, ചിന്ത്യതയെ സർവ്വ സംശയാഹ, എല്ലാ സംശയങ്ങളും കഴിഞ്ഞു, ആ ഹൃദയഗ്രന്ഥി പൊട്ടി, അല്ലെ? നമ്മൾ എന്തിനാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അത് പോയിട്ട് നമുക്ക് എന്തിനോട് അറ്റാച്ച്മെന്റ് ആയി? ഈശ്വരനോട് മാത്രം. എല്ലാവരിലും ഈശ്വരനെ കണ്ടു, എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും സന്തോഷം, അല്ലെ? നമ്മുടെ ഫോൾസ് ഐഡന്റിഫിക്കേഷൻ അതോടുകൂടി ഇല്ലാതായി. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം എന്താ? ഇനി നമ്മൾ പാപങ്ങൾ ചെയ്യുന്നില്ല. കാരണം ആ ഒരു ഡൂവർഷിപ്പ്, നമ്മുടെ ഈഗോ പോയി കഴിഞ്ഞാൽ എന്താ? ഡൂവർഷിപ്പ് പോയി. അഹം അല്ലെങ്കിൽ മമ, ഇല്ലേ, അത് ഇല്ലാതായി കഴിഞ്ഞു. ഇതംന മമ, വിളക്ക് കൊളുത്തുമ്പോൾ, അല്ലെ, വിളക്ക് അണയ്ക്കുമ്പോൾ നമുക്ക് ആ മന്ത്രങ്ങൾ 12 ദ്വാദശ ജ്യോതികളെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അണയ്ക്കുമ്പോൾ നമുക്ക് എന്താ പറയാ? ഇതംന മമ, ഇതൊന്നും എന്റേതല്ല, ഒന്നും എന്റേതല്ല. അവിടെ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ ആത്മജ്യോതി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ, അല്ലെ? ഒന്നും എന്റേതല്ല, ഇവിടുത്തെ എല്ലാം ഈശ്വരനാണ്, ഈശ്വരൻ്റെതാണ്. അപ്പൊ ആ ഒരു എന്താ പറയാ, മായ കൊണ്ട്, ശരിക്കും പറഞ്ഞാല് ഇത് നമ്മളെ മറച്ചിരിക്കുന്നത് എന്താ? നമ്മൾ ഈ പാപം ചെയ്യാൻ കാരണം എന്താ? ആ ഒരു ആ ദേവിയുടെ തന്നെ അമ്മയല്ലേ ഇത് വച്ചിരിക്കുന്നത്? അമ്മയുടെ ആ ഒരു വലിയ മഹാമായ കൊണ്ട് മറച്ചിരിക്കുന്നോണ്ടല്ലേ അമ്മ ഞങ്ങൾ പാപം ചെയ്യാൻ കാരണം. അമ്മ ഈ തിരസ്കരണി മാറ്റൂ, ഈ കർട്ടൻ മാറ്റൂ, ഞങ്ങൾക്ക് സത്യത്തെ കാണിച്ചു തരൂ, ഞങ്ങളെ പാപം ഇനി ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്താല്, ആ തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഗുരുപാദകങ്ങൾ. കാരണം നമുക്ക് ഗുരുവില്ലാതെ ഈശ്വരനിൽ ഡയറക്റ്റ് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് അറിയില്ല എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നല്ലേ. അപ്പൊ എന്ത് തെറ്റാണ് ശരിയാണോ എന്നല്ല, ഗുരു പറയുന്നത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറ്റമൊന്നും നമുക്ക് വരില്ല, ഗുരുവിനെ വരുള്ളൂ, അല്ലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തു. അതുകൊണ്ടാണ് നമ്മള് ആ ഒരു അന്ധമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒറ്റ ആളേ ഉള്ളൂ, നമ്മുടെ അമ്മയും നമ്മുടെ ഗുരുവും. ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. കാരണം അതിന്റെ പാപം ആർക്കാ വരുന്നത്? അമ്മ, നമുക്ക് നമ്മുടെ സ്വന്തം അമ്മ, ഫിസിക്കൽ മദർ അല്ലെങ്കിൽ ദേവി. അമ്മ പറഞ്ഞു, ഞാൻ ചെയ്തു. അവിടെ നമുക്ക് എന്താ കുറ്റം? ഒന്നുമില്ല. അതുപോലെ നമ്മുടെ അമ്മമാരെന്തെങ്കിലും പറഞ്ഞു നമ്മൾ ചെയ്ത തെറ്റ് വന്ന അമ്മ പറയും, സാരമില്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ ചെയ്ത, ഉടനെ ക്ഷമിക്കും അമ്മമാരില്ലേ. അതുപോലെയാണ് ദേവി. അമ്മ തരുന്ന ഗൈഡൻസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ അത് അമ്മ നോക്കിക്കോളും, നമ്മൾ അതിനെ കുറിച്ച് പറയണ്ട. ഈ ഒരു ബുദ്ധി നമുക്ക് തരുന്നത് ഗുരുപാദകങ്ങളാണ്. അപ്പോ കർമ്മബന്ധത്തെ ഇല്ലാതാക്കാൻ ഗുരുപാദകങ്ങളെ നമ്മൾ ആശ്രയിക്കണം, ആശ്രയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈ അജ്ഞാന ബന്ധനത്തിൽ തന്നെ നമ്മൾ കിടക്കും. അജ്ഞാനത്തില് ആ ഇന്നലത്തെ ഞാനിൽ നിന്ന് ആ ഒരു എന്താ പറയാ, ആ വാസനാ ശരീരത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, വാസനാ ശരീരത്തെ ഉപേക്ഷിച്ച് നമ്മള് ഒരു ഗംഗാ സ്നാനം പോലെ പഴയതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് തീരും, അല്ലെ? പ്രായശ്ചിത്ത കർമ്മം എന്നാൽ എന്താ? പ്രായശ്ചിത്തം എന്നാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം അവിടെ പോയി പ്രായശ്ചിത്തങ്ങളെല്ലാം ചെയ്തിട്ട് വീണ്ടും തെറ്റ് ചെയ്താൽ എന്താ? അപ്പൊ തന്റെ പാപങ്ങള് തനിക്ക് തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് തിരിച്ചറിയണം. രത്നാകരൻ വാൽമീകി ആയതുപോലെ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ വരണം നമുക്ക്. അല്ലാതെ പാപകൃത്യങ്ങൾ എപ്പോഴും പോയി ഓരോരുത്ത കാശിയിലും രാമേശ്വരത്തും പരിഹാരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരിക്കൽ കളഞ്ഞു എല്ലാം, അല്ലേ? കാശിയിൽ ഒരിക്കൽ ഉപേക്ഷിച്ചാൽ പിന്നെന്താ വേണ്ടേ? പിന്നെ നമ്മൾ പാപം ചെയ്യാതിരിക്കണം. നമുക്ക് ഈ ദിവസവും ഭഗവാനിൽ സമർപ്പിക്കണം. അല്ലാതെ ഞാൻ 6 മാസം കൂടെ പോയി ഞാൻ പാപങ്ങൾ ചെയ്യും, കാശി സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ കാശി പോകുന്നത്? ഒറ്റ പ്രാവശ്യം. പിന്നെ നമ്മൾ തിരിച്ചറിയാണ് പാപങ്ങളായിരുന്നു, അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കുക. രത്നാകരൻ വാൽമീകവൻ ആ ട്രാൻസ്ഫോർമേഷൻ, രാമമന്ത്രം അദ്ദേഹത്തെ ട്രാൻസ്ഫോർ ചെയ്തു, അല്ലേ? വേറൊരാളാക്കി തീർത്തു. അതാണ് ഗുരുവിന്റെ അനുഗ്രഹം. അപ്പൊ പാപവാസനകൾ അകന്നു പോകുന്നു.
അപ്പൊ നമ്മുടെ ആ ഒരു എറർ ഇൻ ജഡ്ജ്മെന്റ് ആണ് ശരിക്കും പാപകർത്ത. നമുക്ക് നമ്മൾ ജഡ്ജ് ചെയ്തതെല്ലാം തെറ്റായി പോയി. തെറ്റായ കാര്യങ്ങൾ സത്യം എന്ന് വിചാരിച്ച് നമ്മൾ ഓരോ ജഡ്ജ്മെന്റ് ചെയ്തു, അല്ലേ? അപ്പൊ കർത്ത ഭോക്ത തുടങ്ങിയ ആ ധാരണകളൊക്കെ മാറി, ഇല്ലേ? ആ വിശ്വാസം എല്ലാം പോയി. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്ന ഒരു ഉയർന്ന തലത്തിലേക്ക് സാധകനെ ഉയർത്തുന്നു. എന്താണ് നമ്മുടെ ഇപ്പൊ നമ്മൾ അറിഞ്ഞത്? എന്താ? ചിദാനന്ദ രൂപ ശിവ കേവലോഹം. ആ ജ്ഞാനം ഉറയ്ക്കണമെങ്കിൽ ഗുരുപാദകങ്ങളെ പിന്തുടർന്ന് ജ്ഞാന വൈരാഗ്യങ്ങളെ നേടിയാൽ മാത്രം മതി. നമ്മൾ സദാ പറഞ്ഞുകൊണ്ടിരിക്കുക ചിദാനന്ദ രൂപ ശിവ കേവലോഹം. ശിവ കേവലം, കേവലമായിരിക്കുന്ന ശിവതത്വം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒരു കേവല തത്വമാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഞാൻ അതാണ് എനിക്ക് ആനന്ദം തരുന്നത്. എൻ്റെ സ്വരൂപം അതാണ്. ഇത് നമുക്ക് ഉറയ്ക്കണം. നമ്മൾ ഓരോ ദിവസം ഇത് പറയുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. അടുത്തത് ഏഴാമത്തെ ശ്ലോകം. ഏഴാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. ശമാധി ഷഡ്ക പ്രഭവൈഭവാഭ്യാം സമാധിദാന വ്രതദീക്ഷിതാഭ്യാം രമാധവാംഘ്രി സ്ഥിരഭക്തിദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ഗുരുപാദുകങ്ങൾക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം. ഗുരുപാദുകങ്ങൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എപ്പോഴും തുടങ്ങുന്നത്, ഇല്ലേ? എങ്ങനെയുള്ള ഗുരുപാദുകങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്? 3 വിശേഷണങ്ങൾ വീണ്ടും പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ്? ശമാധി ഷഡ്ക പ്രഭവൈഭവാഭ്യാം. 2 സമാധിദാന വ്രതദീക്ഷിതാഭ്യാം. 3 രമാ ധവാംഘ്രി സ്ഥിരഭക്തിദാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. ആദ്യത്തേത് എന്താണ്? ശമാധി ഷഡ്ക പ്രഭവൈഭവാഭ്യാം. ശമാധി ഷഡ്കം. ശമാധി ഷഡ്കം എന്ന് പറഞ്ഞാൽ എന്താ? അറിവിന്റെ ഒരു ഗ്രൂപ്പ്, 6 ഫോൾഡ് പാത്ത് എന്ന് പറയും. അറിവിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് ഷഡ്കം എന്ന് പറഞ്ഞാൽ 6. എന്തൊക്കെയാണ് ശമാധി ഷഡ്കം എന്ന് പറയുന്നത്? ആദ്യം ശമം, ദമം, തിതിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം. ഇങ്ങനെ 6 ഉള്ളതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളവനെയാണ് നമ്മൾ ബ്രഹ്മജ്ഞാനത്തിന് അർഹനായിരിക്കുന്ന ഒരു ജിജ്ഞാസു അല്ലെങ്കിൽ മുമുക്ഷു എന്നൊക്കെ നമുക്ക് പറയാം. 6 ഗുണങ്ങൾ വേണം. എന്തൊക്കെയാ? ശമം, ദമം, തിതിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം. അപ്പൊ നമ്മൾ നോക്കണം നമുക്ക് ഈ 6 ഗുണങ്ങൾ ഉണ്ടോന്ന്, അല്ലെ? അവരെ മാത്രമേ നമുക്ക് ജിജ്ഞാസു അല്ലെങ്കിൽ മുമുക്ഷു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല വേറെയും പലതും ഉണ്ട്. കാരണം ഇതിനെ നമ്മൾ സാധനാ ചതുഷ്ടയം എന്നാ പറയുന്നത്. അതെന്തൊക്കെയാണ് സാധനാ ചതുഷ്ടയം? വിവേകം, വൈരാഗ്യം, അല്ലെ? അപ്പൊ ശമാധി ഷഡ്ക സമ്പത്തി മുമുക്ഷുത്വം. ഇങ്ങനെ 4 എണ്ണത്തിൽ 3ാമത്തെ ശമാധി ഷഡ്കത്തിൽ വരുന്നതാണ് ഈ 6 ഗുണങ്ങൾ. ശരിക്കും 4 എണ്ണമാണ് ചതുഷ്ടയം. സാധനാ ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ എന്താ? 4 എണ്ണം: വിവേകം, വൈരാഗ്യം, ശമാധി ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. ഇങ്ങനെ 4 എണ്ണം പറഞ്ഞിട്ട് 3ാമത്തെ ശമാധി ഷഡ്കത്തിന്റെ സമ്പത്തിയെ വേറെ പറയുകയാണ് ഇവിടെ ഭഗവത്പാദർ, അല്ലെ? അപ്പൊ ആദ്യം വേണ്ടത്, അതായത് ആ ഒരു നിത്യ അനിത്യ വിവേകമാണ്. സാധനാ ചതുഷ്ടയത്തിൽ ആദ്യം പറയുന്നത് എന്താ? വിവേകം, അല്ലെ? ആദ്യം നിനക്ക് സത്യമേത്, അസത്യമേത്, പെർമനന്റ് ഏത്, പെർമനന്റ് അല്ലാത്തത് ഏതെന്നുള്ള ഒരു വിവേകം ആദ്യം അത് തിരിച്ചു പഠിക്കണം. ആത്മാ, അനാത്മാ, വിവേകം, സാമർഥ്യം, ഇതെല്ലാം സത്ത്, അസത്ത്, അല്ലെ? അപ്പൊ ആ ദൃശ്യാദൃശ്യ വിവേകം, ധർമാധർമ്മ വിവേകം, ഇങ്ങനെയാണ് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകം ഏത് ശരി ഏത് തെറ്റ്, അല്ലെ? അത് ബുദ്ധിയിലൂടെ നമ്മൾ എന്താ പറയുക, ചിന്തിച്ച് മനസ്സിലാക്കി ഉറപ്പിക്കണം. അപ്പൊ ഫസ്റ്റ് വേണ്ട ക്വാളിറ്റി എന്താ? വിവേകം. അപ്പൊ ഈ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ വരുന്നത്? അപ്പൊ നമുക്ക് മനസ്സിലായി പെർമനന്റ് ആയിട്ട് ഒന്നുമില്ല. പെർമനന്റ് ആയിട്ടുള്ളത് എൻ്റെ ആത്മാവ് മാത്രമേ ഉള്ളൂ. ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഇതിങ്ങനെ ആലോചിച്ചും കണ്ടും പരിസരത്തെ നിരീക്ഷിച്ചും നിധിധ്യാസനം ചെയ്തും ജീവിത അനുഭവങ്ങൾ കൊണ്ടും ഉറച്ചു. നമ്മുടെ കൂടെയുള്ള പലരും നമ്മളെ വിട്ടുപോയി, ഇല്ലേ? എന്താ കാര്യം? അവര് പോവേണ്ട സമയമാകുമ്പോ പോകും, ഞാനും പോകും. ഇതെല്ലാം കണ്ട് കേട്ട് നമ്മൾ പറയില്ലേ, എല്ലാം ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഉറപ്പിക്കുക ഇത് സത്യമാണ്, ഇത് ആരും പറഞ്ഞതല്ല, ഇത് എന്റെ അനുഭവത്തിൽ മനസ്സിലായി, ഇതാണ് സത്യം. ആരും നമ്മുടെ കൂടെ ഇല്ല, ആരും പറയുന്ന വിശ്വസിക്കണ്ട, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ഇതൊന്നും എന്റേതല്ല. ഇത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വർഷങ്ങളോളം നമ്മൾ ജപസാധനകൾ ചെയ്തു വരുമ്പോൾ ഒരു വൈരാഗ്യം, 2ാമത്തെ പടവിലേക്ക് നമ്മൾ പോകും, അല്ലെ? ആദ്യത്തെ വിവേകം വന്നു, സത്യത്തെ മനസ്സിലാക്കി.
ആ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതിനെയാണ് നമ്മൾ വൈരാഗ്യം. അല്ലാതെ കുറച്ച് വിഷമങ്ങൾ വരുമ്പോൾ വരുന്ന അല്ല വൈരാഗ്യം. ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് ആലംബനമായിട്ട് നിന്നത് ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ നെഗറ്റീവായിട്ട് നമ്മളോട് പെരുമാറുമ്പോൾ, കുറച്ച് പണം നഷ്ടപ്പെടുമ്പോൾ, ചെറിയ ചെറിയ ദുഃഖങ്ങൾക്കുടനെ വൈരാഗ്യം വന്നിട്ട് പോയി ആരും സന്യാസിയാവാറില്ല. അങ്ങനെയുള്ള സന്യാസം താൽക്കാലികമാണ്, നിൽക്കത്തില്ല. അപ്പൊ നമ്മളിതിനെ മനസ്സിലാക്കി മനസ്സുകൊണ്ട് ഉപേക്ഷിക്കണം. കാരണം ഇത് സത്യമല്ല, ഇനി ഇതിൽ ഞാൻ നിൽക്കില്ല, അല്ലെ? അങ്ങനെ ഉറച്ചു കഴിയുമ്പോൾ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈരാഗ്യം. കാരണം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ആളുകളോടുള്ള ശത്രുതയല്ല. വൈരാഗ്യം എന്നാൽ രാഗദ്വേഷങ്ങൾ ഇല്ലാതാകുന്ന ഒരവസ്ഥ. വിഗതമായിരിക്കുന്ന രാഗം, വിഗതമായ ദ്വേഷം. ആരോടും ദേഷ്യമില്ല, ആരോടും പ്രത്യേകിച്ച് സ്നേഹവും ഇല്ല. എല്ലാവരെയും പോലെ ഞാനും വരുന്നു, ഞാൻ വരുന്നു, എന്റെ കർമ്മങ്ങൾ ചെയ്യുന്നു, എന്റെ സമയം കഴിയുമ്പോൾ ഞാൻ ഇവിടെ വിട്ടുപോകുന്നു. പക്ഷെ എനിക്ക് ഈ ശരീരത്തിന് ഒരു ലക്ഷ്യമുണ്ട്, അത് നേടേണ്ട കാര്യങ്ങൾ എനിക്ക് നേടിയേ പറ്റൂ. ആരും അതിന് തടസ്സമാവാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആ ഈശ്വരേച്ഛ മുമുക്ഷുത്വം എനിക്ക് വേണം. അപ്പൊ ഈ വൈരാഗ്യം രണ്ടാമത്തെ സ്റ്റെപ്പാണ്, അല്ലെ? അപ്പൊ നമുക്ക് ആരോടും ഡിപ്പെൻഡൻസി ഇല്ല. ഡിപ്പെൻഡൻസി വരുമ്പോഴേ എന്താ? അറ്റാച്ച്മെന്റ് ആണ് ഡിപ്പെൻഡൻസി ഉണ്ടാക്കുന്നത്. അപ്പൊ അറ്റാച്ച്മെന്റ് പോയപ്പോ എന്താ? ഡിപ്പെൻഡൻസി, സ്വാതന്ത്ര്യം ഉണ്ടായി. ഇതിനെയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഒരാളോട് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു, അല്ലെ, ഒരു ഇമോഷണൽ ഫീലിംഗ് അല്ല വൈരാഗ്യം എന്ന് പറയുന്നത്. ആരോടും അടുപ്പവും ഇല്ല, അകൽച്ചയും ഇല്ല. അപ്പൊ വിവേകത്തിൽ നിന്ന് വരുന്ന വൈരാഗ്യം സ്ഥിരമായിട്ട് നിൽക്കും, അല്ലെ? അപ്പൊ താൽക്കാലിക വൈരാഗ്യം ശാശ്വതമേ അല്ല. പിന്നെന്താ അടുത്തത്? ഇപ്പൊ ആദ്യത്തത് ആ ഒരു വിവേകം വന്നു, വൈരാഗ്യം വന്നു. മൂന്നാമത്തതാണ് ശരിക്കും പറഞ്ഞാൽ ശമാധി ഷട്ക സമ്പത്തി എന്ന് പറയുന്നത്. അപ്പൊ ശമം തുടങ്ങിയിട്ടുള്ള 6 ഗുണങ്ങൾ നമ്മുടെ സമ്പത്തുക്കളാണ്, അസറ്റ്സ് ആണ്. നമ്മൾ ഈ കാണുന്ന കെട്ടിടമോ വീടോ പണമോ ഒന്നുമല്ല നമ്മുടെ അസറ്റ്. നമുക്ക് ഗുണങ്ങളുണ്ട്, 6 സമ്പത്തുക്കള്. അത് നമ്മൾ നേടണം. കാരണം അതാണ് നമുക്ക് ആധ്യാത്മിക യാത്രയിൽ വേണ്ട, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള 6 ശക്തികളാണ് ഈ 6 ഗുണങ്ങൾ. ഇതില്ലാതെ നമുക്ക്, ഈ സമ്പത്തില്ലെങ്കിൽ നമുക്ക് ആധ്യാത്മിക യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ആ ഒരു എന്താ പറയാ ആ ധനം, ആ സമ്പത്ത്, അതായത് 6 ഗുണങ്ങളാണ്. എന്തൊക്കെയാണ്? ആ ഈശ്വര സാക്ഷാത്കാരത്തിനല്ല, അഥവാ നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന് ഇവ ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ഇനി നാലാമത്തത് എന്താ? മുമുക്ഷുത്വം, അല്ലെ? മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം വേണമെന്നുള്ള ഇച്ഛ, ലൗകിക സുഖഭോഗങ്ങളെ, സ്ഥാനമാനങ്ങൾ, എല്ലാത്തിനുമുള്ള ഒരു വിരക്തി, ബാഹ്യവസ്തുക്കളോടുള്ള ഒരു അലംഭാവം. ഇതാണ് ശരിക്കും പറഞ്ഞാല് മുമുക്ഷുത്വം ഉണ്ടോന്ന് നമുക്ക് തോന്നുന്നത് തന്നെ. ഉള്ളിലെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള അഗ്നി ആളി കത്തണം ഉള്ളില്, ആ ജ്ഞാനാഗ്നി. അവിടെയാണ് അമ്മ ഉണ്ടാവുന്നത്, അല്ലെ? ചിതഗ്നി കൊണ്ട് സംഭൂത. ഇതിനെയാണ് നമ്മൾ മുമുക്ഷുത്വം എന്ന് പറയുന്നത്. എന്റെ അജ്ഞാനം, എന്റെ അല്പത്വം, എന്റെ കെട്ടുപാടുകള്, സ്വാതന്ത്ര്യമില്ലായ്മ, എല്ലാത്തിൽ നിന്ന് എനിക്ക് മോചനം വേണം. ആ ഒരു തീവ്രമായിരിക്കുന്ന ഇച്ഛ, ചെറിയ ഇച്ഛയൊന്നും അല്ലത്. അതുകൊണ്ടാണ് ആ ഇച്ഛയാണ് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. നമ്മുടെ ആധ്യാത്മിക സാധനയിൽ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന, നമുക്ക് ഏത് വണ്ടിക്കും ഇന്ധനം ഒഴിക്കണം, ഇല്ലേ? കാറിൽ പെട്രോൾ ഒഴിക്കണം, ട്രെയിനിൽ, അങ്ങനെ ഓരോന്നിലും ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം ആ മുമുക്ഷത്വത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ തീവ്രമായിരിക്കുന്ന ഇച്ഛ വേണം. ആ ഇച്ഛയാണ് നമുക്ക്, ഇതാണ് ശരിക്കും സത്യാന്വേഷിയായിരിക്കുന്ന, അല്ലെങ്കിൽ ബ്രഹ്മാന്വേഷിയായിരിക്കുന്ന, ആത്മാന്വേഷിയായിരിക്കുന്ന ഒരാളിന് വേണ്ട ഗുണം. ഇനി നമുക്ക് നോക്കാം ശമം. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താ? ഭഗവത് പാദർ പറഞ്ഞിരിക്കുന്ന ശമാധി ഷട്കം, 6 കാര്യങ്ങളാ ശമത്തിന്റെ കൂടെ പറഞ്ഞിരിക്കുന്നത്. എന്താ ശമം? ശമം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ശാന്തി, അടക്കം, ഡിസിപ്ലിൻ, അല്ലെ? മനസ്സ് ആ ഒരു ചഞ്ചലത ഇല്ലായ്മ, വിക്ഷോഭങ്ങൾ ഇല്ലാതെ പൂർണ്ണമായിട്ട് അടങ്ങിയ നില. നമുക്ക് ചിലരെ കാണാമല്ലേ, ചുമ്മാ നമുക്ക് മനസ്സടക്കി ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്താ പറയാ, വിറച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എന്തേലും നമുക്ക് പറഞ്ഞാൽ അപ്പൊ തന്നെ അത് വെട്ടി തുറന്ന് പറയുക, ഒച്ച വെച്ച് സംസാരിക്കുക. മനസ്സടക്കി നിർത്താൻ പറ്റില്ല. ഇങ്ങനെ എന്താ പറയാ, മനസ്സാണല്ലോ നമ്മുടെ ഏറ്റവും മൂല കേന്ദ്രം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് വാക്കുകൾ പുറപ്പെടുക. ഒരു അരമണിക്കൂർ പോലും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉള്ളവരെയാണ് നമ്മൾ എന്താ പറയുന്നത്? ശമമില്ല. അപ്പൊ ഇതുണ്ടെങ്കിൽ ആ മനസ്സിന്റെ ശാന്തി ഉള്ളവർ എപ്പോഴും എന്താ? നിശ്ചലരായിട്ട്, അല്ലെ? നിർനിമേഷരായിട്ട് വെറുതെ ഇരിക്കും. എത്ര സമയം വേണമെങ്കിലും അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റും. കാരണം മനസ്സ് വിക്ഷോഭം അടങ്ങിയ കടല് പോലെ ശാന്താണ്. അവിടെ തിരമാലകളില്ല, അല്ലെ? സുനാമി ഇല്ല, ഒന്നുമില്ല. എന്താ? ഈ നിത്യ അനിത്യ വിവേകം വന്നു കഴിഞ്ഞു. എന്താണ് സത്യം, എന്താണ് മിഥ്യ തിരിച്ചറിഞ്ഞു. ആ വിവേകത്തിൽ നിന്ന് വൈരാഗ്യമുണ്ടായി, ആ മുമുക്ഷുത്വം വന്നു. ഇനി എന്താ വേണ്ടത്? സുഖമായിട്ട് സന്തോഷമായിട്ട് വരുന്നത് വരട്ടെ, ആരെന്ത് പറഞ്ഞാൽ എന്താ, അങ്ങനെ വന്നോട്ടെ, കുഴപ്പമില്ല.
എന്റെ ഭാഗം ശരിയാണോ, ഞാൻ എന്റെ ഈശ്വരന്റെ മുമ്പിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം ചിന്തിച്ച് വെറുതെ ഇരിക്കും. നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഭയങ്കര വികാര വിക്ഷുബ്ധതയാണ്, ദേഷ്യം വരും പെട്ടെന്ന്. ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞു, അങ്ങനെ ഒരുപാട് ആർഗ്യൂ ചെയ്യും, നമ്മുടെ എനർജി വെറുതെ പോകും. പറഞ്ഞോ, നാവല്ലേ, നാവാകുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ കർമ്മം, അവരുടെ എന്താ പറയാ, അവരുടെ ആ ഒരു എന്താ പറയാ മനസ്സിന്റെ സ്ഥിതി അനുസരിച്ച് അവർ പറഞ്ഞോട്ടെ. സത്യം ഈശ്വരന് അറിയാമല്ലോ. ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ശാന്തമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ശമം. ദമം, രണ്ടാമത്തെ എന്താ, ദമം, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലേ? കണ്ണ് എന്ത് കാണണം, ചെവി എന്ത് കേൾക്കണം, അല്ലെ, ഞാൻ എന്റെ ത്വക്ക് എന്ത് അനുഭവിക്കണം, എല്ലാത്തിലും ഒരു നിയന്ത്രണം ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ. എനിക്ക് കാണണ്ടാത്തത് ഞാൻ കാണില്ല, ഞാൻ അവിടെ പോവില്ല, എനിക്ക് വേണ്ട. എനിക്ക് കേൾക്കണ്ടാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, വളരെ മോശമായിട്ടുള്ള പ്രപഞ്ച വസ്തുക്കളെ കുറിച്ചില്ലേ, ബാക്കിയുള്ളവരുടെ കുറെ ഗോസിപ്പിംഗ് ആണ്, എനിക്കിത് കേൾക്കണ്ട. നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് കേൾക്കണ്ട. ചുമ്മാ അവിടെ ചെന്നിരുന്ന ചെവി തുറന്നു വെച്ചിരിക്കണം, കേട്ടു പോകും അല്ലെ. അത് നമുക്ക് എന്താ, മനസ്സെന്ന് പറയുന്ന ഒരു കൊട്ടയുണ്ട് അതിനകത്ത്. അത് ആ ഓരോരുത്തരുടെ വിമർശനങ്ങളും അതിനകത്ത് കൊണ്ടിടും. നമുക്ക് അവരെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു ഇമേജ് ആണ് അത് അവിടെ കൊണ്ടിടുക. അതേസമയം നമുക്ക് കേൾക്കണ്ടെന്ന് വെച്ചാലോ, നമുക്ക് അതിലൊരു ഡിസിപ്ലിൻ ഉണ്ടായാലോ, എനിക്ക് വേണ്ട, കട്ട് ഓഫ് ചെയ്തു, ആ സ്ഥലത്ത് നിന്ന് പോവുക. അങ്ങനെയുള്ളവരായിട്ട് ബന്ധം എനിക്ക് വേണ്ട. ഇതിനെയാണ് നമ്മൾ ദമം എന്ന് പറയുന്നത്. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള, കണ്ണ് കാണണ്ട, ചെവി കേൾക്കണ്ട, എനിക്ക് സുഖം വേണ്ട, ഇങ്ങനെ കിട്ടുന്ന സുഖം എനിക്ക് വേണ്ട. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റണം. പിന്നെ മൂന്നാമത്തത് എന്താ, ഉപരതി. ഉപരതി എന്ന് പറഞ്ഞാൽ അന്തർമുഖത്വമാണ്. കാരണം അന്തർമുഖ സമാരാധ്യ ബഹിർമുഖസു ദുർലഭ. നമ്മുടെ അകത്ത് ഉള്ളിലേക്ക് തിരിഞ്ഞ് ആ ഒരു ആത്മാവില് അവനവനില് സന്തോഷമായിട്ടിരിക്കുക, അല്ലെ, ലോക വിഷയങ്ങളിൽ സുഖം തേടാതിരിക്കുക. ഇതാണ് ഉപരതി. ഒരു ധ്യാനശീലം എന്നൊക്കെ പറയാം, അഥവാ ഒരു ആത്മരതി. സന്തോഷമായിട്ടിരിക്കും. ഞാനും എൻ്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അതിൽ വളരെ സന്തോഷം. എനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വസ്തുക്കളിലൊന്നും ഇപ്പൊ രുചിയില്ല, അല്ലെ. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ പോലെ ആ വസ്തുക്കളിൽ രുചി ഇല്ല എന്ന് കണ്ടാൽ പിന്നെ അവനവൻ എന്തിലാ രുചി, അവനവന്റെ ആത്മാവില് ഏറ്റവും സന്തോഷമാണ്. നമുക്ക് എപ്പോഴും ഒരു ആഹ്ലാദമാണ്, മുഖത്തിന് നല്ല ചൈതന്യമാണ്, സന്തോഷമാണ്. കാരണം അതൊന്നും, മറ്റതൊക്കെ എന്താ, ഇംപെർമനന്റ് ആയിട്ടുള്ള ചെറും പാഴ് വസ്തുക്കൾ, കളയേണ്ട വസ്തുക്കളില് ചുമ്മാ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം. ഇതിൽ ആത്മാവിന്റെ ഭാവം എന്താ, പൂർണ്ണമായിരിക്കുന്ന സന്തോഷം, ആനന്ദം, അല്ലെ. ആ ആനന്ദത്തിൽ രമിച്ചുകൊണ്ട് സന്തോഷമായിട്ട് എൻ്റെ അമ്മയും ആ ചിരിക്കുന്ന മുഖവും അമ്മയുടെ ചിന്താമണി വിഗ്രഹവും ഒക്കെ ആലോചിക്കുമ്പോ തന്നെ എന്തോ ഒരു സന്തോഷം. അവിടെ ചെല്ലുക, അമ്മയ്ക്ക് ഉപചാരങ്ങൾ കൊടുക്കുക, അമ്മയുടെ കൂടെ ഇരിക്കുക, ഇത്രയും വലിയ മഹത്തായിട്ടുള്ള കാര്യം ആത്മാവിന്റെ കൂടെ ഇരിക്കുന്ന ആത്മരതി എന്ന് പറയും. ഏറ്റവും സന്തോഷം ആത്മാവിന്റെ കൂടെ ഇരിക്കുക, അമ്മയുടെ കൂടെ ഇരിക്കുക. നമ്മുടെ ആത്മാവാണ് നമ്മുടെ ഇഷ്ടദേവതയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സദാ 24 മണിക്കൂറും അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ. അമ്മയ്ക്ക് എന്ത് കൊടുക്കാം, അല്ലെ. ഓരോന്ന് ചെയ്യുമ്പോഴും ആ കതക് തുറന്ന് വെളിയിലിറങ്ങി ഈ പ്രപഞ്ചമാകുന്ന ലോകത്തിൽ ഞാൻ പോവാണമ്മ, ഞാൻ ഇവിടെ പോയിട്ട് ഇന്നത് ചെയ്തിട്ട് വരാം, അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണേ. എല്ലാത്തിലും അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന ആ സ്വഭാവം. അപ്പൊ അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എന്താ, അമ്മയില്ലാത്ത ഒരു, നമുക്ക് അമ്മയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ. രാവിലെ എണീറ്റ് ആദ്യം അമ്മയെ തൊഴുക, അമ്മ ഞാൻ എന്താ ഉണർന്നു, ഓരോന്ന് ചെയ്യാൻ പോകുന്നു, എല്ലാം അമ്മയോട് പറയും. അങ്ങനെ പറഞ്ഞ് 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 ഒരു സമയത്ത് ഇനി നമ്മൾ പറയാൻ വിട്ടുപോയാൽ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കും, എന്താ നീ ചെയ്യാൻ പോകുന്നത്, എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചേരണം. അമ്മ നമ്മളോട് ചോദിക്കണം, എന്താ എന്നെ മറന്നുപോയോ, പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മൾ അയ്യോ അമ്മ സോറി, അല്ലെ. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും, നമ്മൾ സ്നേഹമുള്ള അച്ഛനമ്മമാരോട് ചിലപ്പോൾ പറയാൻ വിട്ടുപോകും. അവർ ചോദിക്കും, ഞാൻ അച്ഛനും അമ്മയല്ലേ, എന്താ ആദ്യം അറിയിക്കേണ്ട ഞങ്ങളെ അല്ലേ. നമുക്ക് സന്തോഷ കാര്യങ്ങള് ദുഃഖ കാര്യങ്ങൾ നമ്മൾ ആദ്യം അവരെ അറിയിക്കും, സന്തോഷവും നമ്മൾ അറിയിക്കണം. അതുപോലെ നമ്മൾ എന്താ ഈ അമ്മയോട് പറയുമ്പോൾ അമ്മ ചോദിക്കുന്നത്, എന്താ എന്നോട് പറയാതിരുന്ന, അമ്മയുടെ പരിഭവം, അതാണ് സ്നേഹം. നമ്മളോട് ആ സ്നേഹമുള്ളതുകൊണ്ട് അമ്മ ചോദിക്കുന്നത്, അല്ലെ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, ഇതിനെയാണ് ആത്മരതി. അമ്മയ്ക്ക് അതുകൊണ്ടാണ് ഈ ഉപചാരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അമ്മയെ കുളിപ്പിക്കുക, അമ്മയ്ക്ക് വസ്ത്രങ്ങൾ കൊടുക്കുക, ആഭരണങ്ങൾ കൊടുക്കുക, കൺമഷി കൊടുക്കുക, പൂക്കൾ വെച്ച് അലങ്കരിക്കുക. ഇതൊക്കെ എന്താ, ഇതെല്ലാം ബിംബത്തിൽ കൊടുക്കുമ്പോൾ പ്രതിബിംബമായിരിക്കുന്ന നമ്മളില് ആ നല്ല ക്വാളിറ്റീസ് ഉണ്ടാക്കുക നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ അമ്മയ്ക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രപഞ്ച സ്വരൂപിണിയാണ് അമ്മ, അല്ലെ. എല്ലാ പൂക്കളും, നമ്മൾ കൊടുക്കുന്ന എല്ലാ ജലവും, എല്ലാ ഈ സൂര്യന്റെ രശ്മിയും എല്ലാം അമ്മയുടേതാണ്. അമ്മയുടെ പ്രഭാവമില്ലാത്ത ഒന്നുമില്ല. നിസാരരായിരിക്കണം നമ്മള്. അത് നമ്മുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹമാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്, അല്ലെ. അതാണ് ബിംബ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. എവിടെ എന്ത് അമ്മയ്ക്ക് കൊടുത്താലും അത് തിരിച്ച് നമുക്കാ കിട്ടുന്നത്. അതുകൊണ്ടാ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്തിനാ കുറയ്ക്കുന്നേ, മാനസപൂജയില് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കണം. അത്രയും ശ്രേഷ്ഠമായിരിക്കുന്നതായിരിക്കും നമുക്ക് കിട്ടുക.
അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്നതല്ലേ അമ്മ നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പൊ അതുപോലെ ആത്മരതി എന്ന് പറയുന്നതാണ് ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഉപരതി, അന്തർമുഖത്വം. അപ്പൊ ലോക വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പതുക്കെ പതുക്കെ തിരിച്ച് അകത്തേക്ക് കൊണ്ടുവരില്ല. അടുത്തത് എന്താ? തിതിക്ഷ. തിതിക്ഷ എന്ന് പറഞ്ഞാല് ആ ഒരു ശരിക്കും അതിന്റെ പിരിച്ചു പറയണമെങ്കിൽ തെക്വം ക്ഷമത എന്നാണ്. അപ്പൊ ആ ഒരു ദ്വന്ദ്വങ്ങളെ അതിനെ സഹിക്കാനുള്ള ശക്തി. എന്താ ദ്വന്ദ്വങ്ങള്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും രണ്ട് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്താ? സുഖം ദുഃഖം, ലാഭം നഷ്ടം, ചൂട് തണുപ്പ്, ജയം പരാജയം, മാനം അപമാനം, അല്ലെ? എല്ലാം നമുക്ക് രണ്ടാണ്. അതിനാണ് ദ്വൈതങ്ങൾ. നമ്മൾ തന്നെ രണ്ടായിട്ടാണ് എല്ലാത്തിനെയും കാണുന്നത്, അല്ലെ? അതിനാണ് ദ്വൈത ബുദ്ധി എന്ന് പറയുന്നത്. നമുക്ക് രണ്ടായിട്ട് കാണാനേ പറ്റൂ. ശരീരത്തിൽ വന്നിരിക്കുന്ന നമ്മള് ശരീരത്തിനെ പ്രത്യേകം കാണണം, ആത്മാവിനെ പ്രത്യേകം കാണണം, അല്ലെ? അവിടെയും ദ്വൈതം. പക്ഷെ ശരീരം നശിക്കുന്നതാണ്, ആത്മാവ് പെർമനന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പോസിറ്റ്സ്, നമ്മൾ എല്ലാത്തിനും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് യിൻ യാങ് തിയറി എന്ന് പറയുന്ന അതാണ്. ഒരു ബ്ലാക്കും ഒരു വൈറ്റും, അല്ലെ? രണ്ട് മത്സ്യങ്ങൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സിമ്പൽ നമ്മൾ കാണാറുണ്ട്. എന്താ? എപ്പോഴും ഓപ്പോസിറ്റ്സ് ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഒന്നുണ്ടെങ്കിൽ മറ്റതും ഉണ്ട്. അപ്പൊ ഈ ഓപ്പോസിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതിനെയൊക്കെ നമുക്ക് അവഗണിക്കാനുള്ള ഒരു ക്ഷമത അല്ലെങ്കിൽ ഒരു ശക്തി. ചെറിയ കാര്യങ്ങൾക്ക് പോലും സദാ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ? നമ്മള് എല്ലാ കാര്യത്തിനും കംപ്ലൈന്റ്. നമ്മൾ എത്രയോ പേരെ കാണണം, അല്ലെ? അപ്പൊ ആ എന്താ പറയാ, തണുപ്പാണെങ്കിൽ പറയും തണുപ്പ് തണുപ്പ്, ഓ തണുപ്പ് തണുപ്പ്, അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് തണുപ്പേ പറ്റൂല. എന്നാ അപ്പൊ ചൂട് വന്നാലോ, അയ്യോ എന്തൊരു ചൂട്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാറ്റാണെങ്കിലോ ഭയങ്കര ഒരു നല്ല ചൂട്, കാറ്റില്ല 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 എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന നല്ല കാറ്റ് വന്നാൽ അയ്യോ ഈ കാറ്റ് പറ്റില്ല, എനിക്ക് പുതപ്പ് വേണം, ഈ കാറ്റ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ സദാ തനിക്ക് സുഖം കുറയുന്ന വസ്തുക്കളെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടിയപ്പോൾ ഇത് എന്റെ ടേസ്റ്റ് അല്ല, എനിക്കിത് ഇഷ്ടമല്ല. എന്തെങ്കിലും കഴിച്ച് വിശപ്പടക്കണം നമ്മൾ, അല്ലെ? അല്ലാതെ എല്ലാത്തിനും കംപ്ലൈന്റ് പറഞ്ഞാൽ എന്താ? പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെ ശരിക്കും അല്പന്മാരെന്ന് പറയുന്നവരെയാണ്. കാരണം നമ്മൾ എന്തോ എല്ലാം തികഞ്ഞവരാണ്. നമ്മൾ ഇതെല്ലാ സുഖങ്ങളും ജീവിതത്തിൽ കിട്ടി, ഞാൻ ഇങ്ങനെയാണ് വളർന്നത്, ഇല്ലേ? ഈ ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടവനല്ല ഞാൻ. ഈ തോന്നല നമുക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത്, അല്ലെ? ഞാൻ ഇങ്ങനെ സുഖത്തിൽ വളർന്നു, അല്ലെ? ബെഡ് ഓഫ് റോസസിൽ കിടന്നതാണ് ഞാൻ, എനിക്ക് ഇങ്ങനത്തെ ഒന്നും പറ്റില്ല. എന്തിനാണ് പറ്റാത്ത കാര്യം ചെയ്യാൻ പോകുന്നത്? ഉപേക്ഷിക്കണം. ഈ ബാക്കിയുള്ളവരുടെ അടുത്ത് ഇത് പറയുമ്പോൾ നമ്മൾ അവിടെ ഏറ്റവും നിസ്സാരരായിട്ട് തീരുകയാണ്. ഈ ഉപരതി, നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാത്തിനെയും നമുക്ക് ആ ദ്വന്ദ്വങ്ങളെ ഈക്വൽ ആയിട്ട് കാണാനുള്ള മനസ്സ് ഇല്ലെങ്കിൽ ഈശ്വരാരാധന പറ്റില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ദ്വൈതങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്നതാണ്. ഈ ദ്വൈതങ്ങൾ പോലും നമുക്ക് ആ സെയിം ഇതിൽ കാണാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ഇതിനപ്പുറത്തിരിക്കണം ഈശ്വരനെ കാണുക? അപ്പൊ ഈ തനിക്ക് സുഖം തരാത്ത വസ്തുക്കളെ കുറിച്ചുള്ള കംപ്ലൈന്റ് ഈ പറയുന്നത്. എപ്പോഴും സുഖമായിട്ടിരിക്കണം, ഫാനിന്റെ താഴെ തന്നെ ഇരിക്കണം, അല്ലെ? AC മുറിയിൽ തന്നെ കിടക്കണം. അവിടെ AC ഉണ്ടോ? എവിടെ പോണെങ്കിലും നമ്മൾ അന്വേഷിക്കും. തീർത്ഥയാത്രയ്ക്ക് പോണെങ്കിൽ ചോദിക്കും AC മുറിയാണോ എനിക്ക്, അല്ലെ? ചൂടൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈശ്വരനെ വീട്ടിൽ ഇരുന്ന് കണ്ടാ പോരെ? മലയിൽ കയറാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് കാല് സുഖമില്ല, അവിടെ ട്രെയിൻ ഉണ്ടോ? ഇല്ലെങ്കിൽ കൊടിവെച്ച കാറുണ്ടോ? ഞാൻ VIP ആ. അമ്പലത്തിന്റെ നടയിൽ ചെന്ന് ഇറങ്ങാൻ പറ്റുമോ? ഞാൻ അത്രയും നടക്കില്ല. ഇങ്ങനെയുള്ളവർക്ക് ഒരു കാലം നമുക്ക് സ്പിരിച്വൽ ലൈഫ് പറഞ്ഞതല്ല. അവർക്ക് വീട്ടിലിരുന്ന് ഈശ്വരനെ ആരാധിച്ച് ഇനി ഒരു ജന്മത്തിൽ എന്തിനാ ശബരിമല കയറുന്നത്? എന്തിനാ ഹിമാലയത്തിൽ പോകുന്നത്? കൈലാസ ദർശനം എന്തിനാ? കല്ലും മുള്ളും ചവിട്ടി, അല്ലെ? കല്ലും മുള്ളും കാലിക്ക് മെത്തയെന്നാ പറയുന്നത്. ഇത് ആ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്റെ പാപങ്ങളെ തീർക്കട്ടെ ഈശ്വര, ഞാനൊരു ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രായശ്ചിത്തമാണിത്. അപ്പൊ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് എല്ലാം പ്രായശ്ചിത്തം ചെയ്യാണ് നമ്മൾ ഈശ്വരന്റെ മുമ്പിൽ. എങ്കിൽ മാത്രമേ ഈശ്വരനെ കിട്ടുള്ളൂ. എന്താ ഈ പ്രായശ്ചിത്തം ചെയ്യാൻ നമുക്ക് തോന്നുന്നത്? ദുഃഖങ്ങൾ വരുന്നതുകൊണ്ട്. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുന്നതുകൊണ്ടാണ് പ്രായശ്ചിത്തം ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് സുഖം കിട്ടണം എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടാനാ? ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കണ നമ്മുടെ എന്താ പറയാ, ഈ ഒരു മഹാമോശ സ്വഭാവമാണ്. അത് വളരെ അല്പത്വമാണ്. കാരണം കാറ്റാണോ, ശരി കുറച്ച് നമുക്ക് മാറി നിൽക്കാം. ചൂടാണോ, സാരമില്ല, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, അല്ലെ? അപ്പൊ ആ അല്പമായതിനെ സഹിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ അനൽപമായതിന്റെ മഹിമ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അനൽപമായതിനെ അറിഞ്ഞാൽ പിന്നെ ഈ പരാതികൾ നമ്മൾ പറയില്ല, അല്ലെ? എല്ലാം ഈശ്വരന്റെ ക്രിയേഷൻ ആണ്. എല്ലാം ഈശ്വരൻ, പ്രകൃതിയിലിരിക്കുന്ന എല്ലാ ക്ലൈമറ്റ്, 6 ഋതുക്കളും ഭഗവാന്റെ അമ്മയുടെ ഒരു കളിയാണ്, അല്ലെ? ഋതുക്കൾ മാറി മാറി വന്നില്ലെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കില്ല. അപ്പൊ അത് ചിലപ്പോ കൂടും, ചിലപ്പോ കുറയും. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല.
എന്തിനും നമ്മൾ സ്വീകരിക്കാൻ, പരാതി പറയാതെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്. അപ്പൊ നമ്മൾ ആ ഈശ്വരനെ അറിഞ്ഞാൽ നമ്മൾ പരാതി, നമ്മൾ ആരെയാ കുറ്റപ്പെടുത്തുന്നത് ഇവിടെ? ഈശ്വരന് ഇല്ലേ? ചൂട് കൂടിപ്പോയി, ചൂട് ആരുടെയാ? ഈ ചൂടില്ലെങ്കിലോ നമ്മുടെ ശരീരം തണുത്തിരുന്നാൽ എങ്ങനെ ഇരിക്കും? നേരെ ഡെഡ് ബോഡി ആവും ഇല്ലേ? അപ്പൊ ചൂട് വേണം, തണുപ്പ് വേണം, എല്ലാം വേണം നമുക്ക്. പക്ഷെ നമ്മുടെ പാകത്തിന് നമ്മൾ പറയുന്ന പോലെ ഒരിക്കലും നടക്കാത്ത കാര്യമാണിത്. അപ്പൊ നമ്മൾ ആ പുതിയതായിട്ടുള്ള ഈ ചെറിയ കാര്യങ്ങളെ വലിയ പ്രശ്നങ്ങളാക്കി നമ്മൾ കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ കാര്യങ്ങളെ ചെറുതായിട്ട് കളയുക, വലിയ പ്രശ്നങ്ങളാക്കരുത്. കാരണം വലുതായിരിക്കണം നമ്മുടെ പ്രശ്നം എന്താ? ഈശ്വരനെ അറിയുക, നമുക്ക് ആ മുമുക്ഷുത്വം ഉണ്ടാകുക, മോക്ഷമാണ് നമ്മുടെ വലിയ കാര്യം അല്ലേ? അപ്പൊ ഒന്നിനെ വലുതാക്കാനാണെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പോ ഒന്ന് ഇല്ലേ, ഒന്നിനേക്കാളും വലിയ ഒരു സംഖ്യ പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടെഴുതുവോ അതോ ഒന്നിനേക്കാളും വലിയ ഒരു വര വരയ്ക്കുമ്പോൾ ഒന്ന് ചെറുതായി ഇല്ലേ? നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഒന്ന് ചെറിയ ഒരു ഒന്ന്, അതിന്റെ ഇപ്പുറത്ത് അതിനേക്കാളും പൊക്കത്തില് ഇല്ലേ ഒരു എന്താ പറയാ, ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കലായിട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ എന്താ? ആ ഒന്ന് ചെറുതായി, അതിന്റെ മുകളിൽ വേറൊരു വര വരച്ച ആ ഒന്ന് ചെറുതായി. അപ്പൊ നമ്മളാണ് ഈ കാര്യങ്ങളെ വലുതാക്കി വലുതാക്കി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ കാര്യങ്ങൾ ചെറുതായി ചെറുതായി വരും. നമ്മൾ ഈശ്വരന് ഒരു പ്രാമുഖ്യം കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ സുഖദുഃഖങ്ങളെല്ലാം തന്നെ നമുക്ക് അനുഭവിക്കാൻ മനസ്സ് പാകപ്പെടും, പരാതി പറയില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് ഒന്നിനെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും അല്ലേ? അപ്പോ നമ്മുടെ ആ വലിപ്പം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി ആണെങ്കിലോ പ്രപഞ്ചത്തെക്കാളും വളർന്നത് കാരണം അല്ലേ? പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന വസ്തുവാണ് ഞാൻ. ആ സ്വയം എന്താ പറയാ, അത് അറിഞ്ഞാല് ഈ ലോകത്തിന് പ്രശ്നങ്ങളെല്ലാം ചെറുതാവും. കാരണം ഞാൻ അത്രയും വലുതാണ് ഇല്ലേ? അപ്പൊ എന്താ? നത്വം ശോചിതും അർഹസി, ഒന്നിലും വ്യസനിക്കേണ്ട അർജുന. എന്തിനാ നീ ആവശ്യമില്ലാത്തത് ഇല്ലേ? ആഗമോ പായിനോ അനിത്യാഹ. ഒരാളുടെ ജന്മമുണ്ടെങ്കിൽ മരണമുണ്ട്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ തസ്മാത് അപരിഹാര്യാർത്ഥേ കസ്ത്വം ശോചിതും അർഹസി. എന്തിനാണ് ഈ പരിഹാരമില്ലാത്ത കാര്യത്തിൽ ചുമ്മാ വായിലെ വെള്ളം വറ്റിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ എന്താ പറയുന്നത്? നത്വം ശോചിതും അർഹസി, ഇനി ഒരു വിഷമങ്ങളും വെക്കണ്ട, എല്ലാം മാറ്റിക്കോളൂ. കാരണം ഇതിനേക്കാളും വലിയൊരു മഹത്തരമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന വസ്തുവിനെയാണ് നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അത്രയും വലുതാണ്. ഈ ചെറിയ കാര്യങ്ങൾ നിന്റെ മനസ്സിൽ വെക്കാൻ നല്ലതല്ല. അടുത്തത് എന്താ? ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിലെ ഗുരുവാക്യത്തിലുള്ള ആ സത്യത്വ ബുദ്ധിയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറഞ്ഞത്. പിന്നെന്താ? സമാധാനം അല്ലെ? മനസ്സിന്റെ അടക്കമാണ് സമാധാനം. സമാധി എന്ന് പറഞ്ഞാൽ എന്താ? ഏകാഗ്രത, ചിത്തവൃത്തികൾ അടങ്ങി ഏകാഗ്രതയിൽ ഇരിക്കാനുള്ള ഒരു കഴിവ്. ആ ഒരു 6 എണ്ണത്തിനെയാണ് ഇവിടെ ഭഗവത് പാദരെ ശമാധി ഷട്കങ്ങൾ എന്ന് പറയുന്നത്. ഈ 6 ഗുണങ്ങൾ എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? ഒരു ഗുരുനാഥന്റെ പാദങ്ങളെ ആശ്രയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. 6 ഗുണങ്ങൾ തരുവാൻ കഴിവുള്ളവയാണ് ഗുരുവിന്റെ പാദുകങ്ങള്. ഈ മൂല്യങ്ങള് നമ്മൾ അറിയാതെ വന്നു ചേരുന്നു. അപ്പൊ സമാധി, ദാനം, വ്രതം ഇല്ലേ, ഇവയോട് കൂടിയ ഗുരുവിന്റെ പാദുകങ്ങള്. സമാധി, ദാനം, വ്രതം, ഇതാണ് ഗുരുവിന്റെ പാദുകങ്ങൾ ഇല്ലേ? ആധി, തന്റെ സ്വന്തം ആത്മരൂപത്തിലിരിക്കുന്ന ആളാണ് ഗുരു. അത് നമുക്ക് ദാനം ചെയ്യുന്നു. അതിനുള്ള വ്രതദീക്ഷ, തന്റെ ശിഷ്യരെ എങ്ങനെയെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വ്രതദീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വ്രതം 21 days, 7 ദിവസം, 21 ദിവസം, 41 ദിവസമൊക്കെ വ്രതം എടുക്കും. എന്തിനാ? ഒരു കാര്യം സാധിച്ചെടുക്കാൻ. ഈശ്വരന്റെ മുമ്പിൽ വ്രതം വെക്കും നമ്മൾ. ഇത്രയും ദിവസം ജപിക്കാം, എനിക്കിത് നടത്തി തരണേ. അതുപോലെ ഗുരു എന്ത് വ്രതം എടുത്തേക്കുന്നത്? തന്റെ ശിഷ്യരെ, ആ ശിഷ്യർക്ക് ആത്മസ്വരൂപത്തെ അറിഞ്ഞ ആ സ്വരൂപത്തെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അവർക്ക് കൊടുക്കാം, ഞാൻ എത്ര കഷ്ടപ്പാട് സഹിക്കാം. ഇങ്ങനെ ഒരു വ്രതം എടുത്തിരിക്കുന്ന ആളിനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. ആ വ്രതദീക്ഷയോടിരിക്കുന്ന ഗുരുപാദുകങ്ങൾ. അപ്പൊ സമാധി, ദാന, വ്രതദീക്ഷിതാഭ്യാം. വ്രതദീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് കമ്മിറ്റഡ് ടു ഗീവ്. കൊടുത്തേ പറ്റൂ, ഞാൻ കൊടുക്കും അവർക്ക്, അവരെ ഞാൻ കൊണ്ടുവരും, ഇതുപോലെ അവരെ ഉയർത്തും. ഈ കമ്മിറ്റ്മെന്റ് ഉള്ള ആളിനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അല്ല ചുമ്മാ മന്ത്രം കൊടുത്തിട്ട് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കാര്യമില്ല. അവർക്കത് പറഞ്ഞു കൊടുക്കണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടത്, ഇത് അവർക്ക് പറഞ്ഞു കൊടുത്ത്, പിന്നെ എടുക്കുന്നതും എടുക്കാത്തതും അവനവന്റെ ഇഷ്ടം. പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഗുരുവിന്റെ ധർമ്മമാണ് ഇല്ലേ? ആ കമ്മിറ്റ്മെന്റ് ഉള്ള ആളിനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സമാധി, ദാന, വ്രതദീക്ഷ, ആ ഗുരു ഒരു വ്രതദീക്ഷ എടുത്തിരിക്കുകയാണ്. തന്നെ ആശ്രയിക്കുന്നവരെ അവരെ ഉയർത്തും, അവരെ വിട്ടുകളയില്ല, അവരുടെ ദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കും, അവരെ ഈ സംസാര സമുദ്രത്തെ കടത്തി വിടും.
എന്നിട്ട് ആ കമ്മിറ്റഡ് ടു എന്തിനാണ്? സമാധി ദാനത്തിലേക്ക്. അവർക്ക് സമാധി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ആ ഒരു എന്താ പറയാ സമ അവസ്ഥ. അതാണ് ഗുരുവിന്റെ പാതകങ്ങൾ. എന്നിട്ട് എന്ത് കൊടുക്കും? രമാധവൻ, രമയുടെ മാധവൻ. ആരാ രമയുടെ ധവൻ എന്ന് പറഞ്ഞ? രമാധവൻ. രമ എന്ന് പറഞ്ഞ ലക്ഷ്മി അല്ലെ? ലക്ഷ്മിയുടെ ധവൻ, ലക്ഷ്മിപതി മഹാവിഷ്ണു. ആ അംഘ്രിപാദങ്ങളില് സ്ഥിരഭക്തിദാഭ്യാം, ഈശ്വരനിൽ ഉറച്ച ഭക്തി ഉണ്ടാക്കി കൊടുക്കും. ഈശ്വരൻ മഹാവിഷ്ണു, രമയുടെ ഭർത്താവായിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പാദപത്മങ്ങളില് ഉറച്ച ഭക്തി നൽകാൻ കഴിവുള്ളതാണ് ഗുരുനാഥന്റെ പാദകങ്ങള്. കാരണം അവരെ അതിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഈ ശമാധി ഷട്കങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ പറയുന്ന നിസാരമായിരിക്കുന്ന പ്രപഞ്ച സുഖങ്ങളെ നീ അതിൽ സത്യബുദ്ധി വയ്ക്കരുത്, ഈശ്വരനുണ്ട് നമ്മുടെ കൂടെ, അവിടെ സമർപ്പിക്കൂ, പറഞ്ഞ് 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 അവരെ എന്താക്കും? അവർക്ക് ഉറച്ച ഭക്തി ഈശ്വരനിൽ വരും. ആ ഉറച്ച ഭക്തി വരുമ്പോൾ മാത്രമേ നമുക്ക് എന്താ പൂർണ്ണമായിരിക്കുന്ന സമർപ്പണം, അതിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. ഭഗവാനിൽ മാത്രം വിശ്വാസം, ഭഗവാനോടുള്ള ഭക്തിയും പ്രേമവും വർദ്ധിച്ചു വരുന്നവയാണ് പാതകങ്ങള്. അങ്ങനെയുള്ള പാതകങ്ങൾക്കായിക്കൊണ്ട് നമോ നമഃ. എങ്ങനെയാണോ ആ ഒരു താന്ത്രിക പൂജയിൽ നമ്മൾ ദിഗ്ബന്ധം ചെയ്യുന്നത്, 10 ദിക്കുകളിൽ നിന്ന് വരുന്ന പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുന്നതാണ് നമ്മൾ ദിഗ്ബന്ധനം അല്ലെ? നമുക്കറിയാം പൂജകളിൽ എല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ മന്ത്രപൂരിതമായിട്ടാണ് ദിഗ്ബന്ധനം ചെയ്യുന്നത്. എന്താ? പഞ്ചഭൂതങ്ങളെ മുകളിൽ താഴുന്ന ദിക്കുകളെ ഒന്നിൽ നിന്ന് നമുക്ക് ഒരു ഇതിൽ ഇളക്കം തട്ടരുത്, ഞാനിതാ പൂജയ്ക്ക് ഇരിക്കാൻ പോവുകയാണ്, മന്ത്രം കൊണ്ടാണ് ദിഗ്ബന്ധനം ചെയ്യുന്നത് അല്ലെ? പ്രധാനപ്പെട്ട മുദ്രയാണ് ദിഗ്ബന്ധന മുദ്ര എന്ന് പറയുന്നത്. എന്തിനാ അത്? മനസ്സും ശരീരവും നിശ്ചലമായിട്ട് നിർത്തുന്ന ഈ ഒരു ക്രിയയാണ് ദിഗ്ബന്ധനം. നമ്മൾ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ, ജപിക്കാനിരിക്കുമ്പോഴെല്ലാം നമ്മൾ ന്യാസങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ദിഗ്ബന്ധം ചെയ്യും. അപ്പൊ ഈ ഗുരുപാതകം അതിലൊരു ഉറച്ച തീരുമാനം എത്തിയിരിക്കുന്നത് ആ ഒരു തങ്ങളെ ഓർക്കുന്നവർക്ക് സമാധി അനുഭവം കൊടുത്തിരിക്കും അല്ലെ? ശരിക്കും പറഞ്ഞ അവിദ്യയാണ് ശരിക്കും റിയൽ കോസ് ഓഫ് ബോണ്ടേജ്. നമ്മുടെ ഈ ബന്ധത്തിന് കാരണം എന്താ? ഈ സംസാര ക്ലേശത്തിന് കാരണം എന്താ? സംസാര വസ്തുക്കളോടുള്ള ബന്ധനം. അപ്പൊ കർമ്മയോഗം കൊണ്ട് മനസ്സ് ശുദ്ധമായി ജ്ഞാന ഉദയത്തിലൂടെ സമാധി അവസ്ഥയിൽ എത്തിക്കാം എന്ന ഗുരുപാതക സ്മരണയാണ് നമുക്ക്. ആ പാതകങ്ങളെ സ്മരിച്ചിട്ട് എല്ലാവരും ഗുരുമന്ത്രം ജപിച്ചിട്ട് തന്നെ ഏത് പരമ്പരയാണെങ്കിലും ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ. ഒരു ഗുരുസ്മരണ ഇല്ലാതെ, ഗണപതി സ്മരണ ഇല്ലാതെ ഒരു പൂജകളോ ജപങ്ങളോ ഇല്ല. എന്തുകൊണ്ടാണ് ഗുരുവിനെ സ്മരിക്കുന്നത്? ആ പാദങ്ങള് നമുക്ക്, ആ ഡെഡിക്കേഷൻ ഓഫ് ഗുരു, അദ്ദേഹം എന്താ തീരുമാനിച്ചിരിക്കുന്നത്? നമ്മളെ അവിടെ എത്തിക്കും. വേറെ ആർക്കാണ് നമ്മളോട് ഇത്രയും സ്നേഹമുള്ളത്? കാരണം നമുക്ക് ജീവിതത്തിൽ മൂല്യങ്ങൾ, നമുക്ക് ഈ പറഞ്ഞ വസ്തുക്കൾ തരാൻ പലരും കാണും, അത് തന്നു കണക്ക് പറയാനും ആളുകൾ കാണും. പക്ഷെ ഈ ഒരു എന്താ പറയാ, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ പൂർണ്ണമായിട്ട് അവർക്ക് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കാൻ, അവരുടെ ജീവിതത്തിലെ മൂല്യങ്ങളെ കൊടുക്കാൻ പറ്റുന്നത് ഗുരുവാണ്. അപ്പൊ ഈ അവിദ്യ കൊണ്ടാണ് നമുക്ക് ബോണ്ടേജ് ഉണ്ടാകുന്നത് അല്ലെ? അപ്പൊ കർമ്മം എന്ന് പറയുന്നത് യോഗമാക്കിക്കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി ജ്ഞാന ഉദയത്തിലൂടെ ആ സമാധി അവസ്ഥയിൽ എത്തിക്കുന്ന ഗുരുപാതക സ്മരണയാണ് എനിക്ക് ഏറ്റവും ഉയർന്നത്. എപ്പോഴാണോ മനസ്സ് ശുദ്ധമായിട്ട് ആ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകുന്നത്, ആശ്രയിക്കുന്നവർക്ക് സമാധി, സന്തോഷം കൊടുക്കുന്ന ഒരു വ്രതം അല്ലെ? ഒരു സത്യവ്രതം എടുത്തിരിക്കുകയാണ്. അങ്ങനെ എടുത്തവരാണ് സദ്ഗുരുക്കന്മാര്. ഗുരുപാതക സ്മരണം എന്നത് അവർക്കത് എന്താ പറയാ, ജ്ഞാനം കൊടുക്കുന്നു. ഈ അജ്ഞാനമാണ് എല്ലാ ദുഃഖങ്ങളുടെയും മൂല കാരണം. ഇപ്പൊ ശ്രവണം, മനനം, നിധിധ്യാസനം അല്ലെ? ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് പതുക്കെ പതുക്കെ ഈ 3 ഗുണങ്ങള് എന്ത് ചെയ്യും? കേട്ട് അത് മനസ്സിലാക്കി പിന്നെ അത് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ ആ സാധകനെ സവികൽപ്പ സമാധിയിലേക്ക് അത് കൊണ്ടുപോകും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ത്രിപുടി, നമ്മുടെ ഈ ത്രിപുടി എന്ന് പറയുന്ന ഈ ദ്വൈതം അല്ലെങ്കിൽ 3 എന്നുള്ള അവസ്ഥ വീണ്ടും തുടർന്നുള്ള ഉപാസനയില് എന്താ? വാസന ക്ഷയിച്ച ആ ത്രിപുടി മുടിഞ്ഞ് വാസന ക്ഷയിച്ച് ആ സഹജ സമാധിയിൽ എത്തിച്ചേരും. അപ്പൊ കണ്ടിന്യൂസ് മെഡിറ്റേഷൻ ആണ് പിന്നെ അല്ലെ? ആ ജീവനെ ശരിക്കും പറഞ്ഞാല് ഈ യാത്ര എവിടെ കൊണ്ടെത്തിക്കും? നിർവികൽപ്പ സമാധിയിൽ എത്തിക്കും. സദാ ആത്മനിഷ്ഠനായിട്ട് ആത്മപ്രതിഷ്ഠിതനായിട്ട് ഇരിക്കും. അതാണ് രമണ മഹർഷി അല്ലെ? രമണ മഹർഷിയെ കണ്ടാൽ തന്നെ ആളുകൾക്ക് എന്തുകൊണ്ട് ആ സഹജ സമാധി ഉണ്ടാവുന്നത്? അദ്ദേഹം ബ്രഹ്മനിഷ്ഠനാണ്, തന്റെ ആത്മതത്വത്തിൽ ഉറച്ചിരിക്കുന്നതാണ്. രമണ മഹർഷി പറയാറുണ്ട്, ആ ഗുരുവിനോടുള്ള ശരണാഗതി സിംഹത്തിന്റെ വായിൽ തലവെക്കുന്നത് പോലെയാണ്. ആ വ്യക്തിയെ ഇല്ലാതാക്കും. സിംഹത്തിന്റെ വായിൽ തലവെച്ചാൽ എന്താ ചെയ്യാ? സിംഹം നമ്മളെ ഭക്ഷിക്കും അല്ലെ? ഗുരുവിന്റെ പാതകങ്ങളിൽ തലവെച്ചാൽ ഗുരു ഞാനെന്നുള്ള ബോധത്തെ, ശരീരബോധത്തെ ഇല്ലാതാക്കുന്ന അർത്ഥം. കാരണം ഇത് സർക്കസ് സിംഹം അല്ല,
ട്രെയിനർ തല വെച്ചാലും എടുത്താലും അത് വാ തുറന്നു പിടിക്കും, സർക്കസിലെ സിംഹം അല്ലേ. ഇവിടെ ഗുരുവിന് സറണ്ടർ ചെയ്താൽ എന്താ, ആ സെൽഫ് റിയലൈസേഷൻ ഉറപ്പാണോ എന്നർത്ഥം. അപ്പൊ സദ്ഗുരുവിന്റെ പാദുകങ്ങള് ഈ ജ്ഞാനമാണ്. അപ്പൊ ജീവഭാവത്തെ പൂർണ്ണമായിട്ട് മാറ്റുന്നു. ഐ കോൺഷ്യസ്നെസ്, അതിനെയാണ് നമ്മൾ ജീവഭാവം എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഗുരു കൊടുക്കുന്നത്? സമാധിദാന വ്രതദീക്ഷിതാഭ്യാം. സമാധി അല്ലെ, ശരിക്കും പറഞ്ഞാൽ ഇന്റലക്ട് ഗെറ്റ്സ് അബ്സോർബ്ഡ് ഇൻ ഇറ്റ്സെൽഫ്. ആ ഇന്റലക്ട്, മനസ്സ്, ബുദ്ധി എല്ലാം, പിന്നെ മനസ്സില്ല, ബുദ്ധി മാത്രമാണ് അല്ലെ, അത് അബ്സോർബ് ചെയ്യുന്നത് എവിടെ? സെൽഫില്, ആത്മാവില്. അപ്പൊ എന്തായി? ഈ മനസ്സെന്ന് പറയുന്നത് എവിടെ പോയി? മൈൻഡ് ബിക്കം സൈലന്റ്, പിന്നെ മിണ്ടില്ല. ഈ മനസ്സിലെ പെടച്ചിലെല്ലാം അവിടെ കഴിഞ്ഞു അല്ലെ. ആ ബുദ്ധിയില് ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാല് മനസ്സ് പിന്നെ എന്തായി? മൗനത്തിലേക്ക് പോയി. മനസ്സ് മൗനമായി, മനസ്സിന്റെ ചഞ്ചലതകൾ ഇല്ലാതായിട്ട് തീരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസര് കാളി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ സമാധി അവസ്ഥയിൽ പോകുമായിരുന്നു അല്ലെ. അപ്പോ ഒരു നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഉയർന്ന സൂഫി ഫക്കീർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും മിഡിൽ ഈസ്റ്റിലെ ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ ഒരു ദരിദ്രനായിട്ടുള്ള, മരുഭൂമി നമുക്കറിയാം അല്ലെ, ആ ഒരു കൊട്ടകത്തിന്റെ പുറത്തൊക്കെ സഞ്ചരിക്കുക, ജലമൊന്നും കിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാണ്, നമ്മൾ അതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ ദരിദ്രനായിട്ടുള്ള ഒരാള് ഇദ്ദേഹത്തെ സമീപിച്ച് മകളുടെ വിവാഹത്തിന് എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സൂഫി ഫക്കീർ പറഞ്ഞു, എന്റെ കയ്യിൽ ദാനം തരാനായിട്ട് ഒന്നുമില്ല, തന്റെ ഗുരുനാഥന്റെ 2 പാദുകങ്ങൾ മാത്രമാണ് ഉള്ളത്, വേണമെങ്കിൽ ഞാനിത് തരാം എന്ന് പറഞ്ഞു. അപ്പൊ അത് കൊടുക്കുന്നു. അപ്പൊ ഈ പാദുകങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. കാരണം ഒരു എന്താ പറയാ, ഒരു ദരിദ്രൻ വന്ന് ചോദിക്കുകയാണ്. കാരണം എന്താണ്, നമുക്ക് എന്തെങ്കിലും തരണേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ, ഒരു വിവാഹ ആവശ്യമാണ്, തന്റെ മകളെ കല്യാണം കഴിച്ച് അയക്കാനാണെന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഇദ്ദേഹം പറയാണ്, എന്റെ കയ്യിൽ വേറെ ഒന്നും തരാനില്ല, എന്റെ ഗുരുവിന്റെ 2 പാദുകങ്ങൾ മാത്രമേ ഉള്ളൂ, അത് ഞാൻ വിവാഹം നടത്തണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ അത് തരാം. അപ്പൊ ഈ ദരിദ്രൻ മനസ്സിൽ വിചാരിച്ചു, ഈ പാദുകങ്ങൾ കൊണ്ട് തനിക്ക് എന്ത് പ്രയോജനമാണുള്ളത് അല്ലേ. അപ്പോ എനിക്ക് എന്തിനാണ് ഈ പാദുകങ്ങൾ, ഈ ചെരുപ്പ് എനിക്ക് എന്തിനാണ് തരുന്നത്, വേറെ ഒന്നും ഇല്ല ഇദ്ദേഹത്തിന്റെ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചെങ്കിലും ആ കിട്ടിയ പാദുകത്തെ ഈ ദരിദ്രൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതും കൊണ്ട് പോകുന്ന വഴി ഇദ്ദേഹം ഒരു സ്ഥലത്തിരുന്നു. അപ്പൊ ദൂരെ നിന്ന് ഒരു വ്യാപാരി ഒട്ടകത്തിന്റെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. അയാളുടെ പുറകെ 17 ഒട്ടകങ്ങള്, അതിൽ നിറച്ച് ധനം ഇങ്ങനെ ചുമന്നുകൊണ്ട് വരികയാണ്. അപ്പൊ ആ വ്യാപാരി താഴെ ഇരിക്കുന്ന ദരിദ്രനായിരിക്കുന്ന ആളോട് ചോദിച്ചു, ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളം, സ്റ്റോർ ചെയ്തിരുന്ന വെള്ളം തീർന്നു പോയി, കുറച്ച് കുടിക്കാൻ വെള്ളം തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അദ്ദേഹം പറഞ്ഞു, ഈ എന്താ പാതകം കിട്ടിയ ദരിദ്രൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല, വെള്ളം പോലും തീർന്നു പോയി, ഞാനിതാ നടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, എന്റെ മകളുടെ വിവാഹമാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒരാളോട് ചോദിച്ചു എന്തെങ്കിലും തരുമോന്ന്, അയാൾ എനിക്ക് 2 ചെരുപ്പുകളാണ് തന്നത്, അത് മാത്രമാണ് എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞു. വ്യാപാരി പറഞ്ഞു, എന്താണ് അങ്ങ് 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 പറഞ്ഞത്, അങ്ങയുടെ കയ്യിൽ ചെരുപ്പ് കിട്ടിയെന്നോ, എന്താണ്, ആരാണ് ഇത് തന്നതെന്ന് ചോദിച്ചു. വ്യാപാരി, ആരുടെ പാതകങ്ങളാണ്, ഞാൻ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ആ നിസാമുദ്ദീൻ മൗലിയ എന്ന് പറയുന്ന ആള്. ഇത് പറഞ്ഞത് കേട്ട് വ്യാപാരി എന്താ പറയാ, ഒന്ന് അല്ല, ഇത് ആരാണ് തന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് ഇദ്ദേഹത്തിന്റെ പേര് നിസാമുദ്ദീൻ മൗലിയ എന്നാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല, ഈ പാതകമാണ് എനിക്ക് തന്നത്. ഇത് ഈ പേര് കേട്ടിയപ്പോ തന്നെ വ്യാപാരി ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ആ പാതകം എനിക്ക് തരുമോ, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്ന് ആ പാതകം എടുത്ത് കാണിച്ചു. ഉടനെ തന്നെ ഇദ്ദേഹം വേറൊരു ട്രാൻസിൽ പോവാണ് ഈ വ്യാപാരി. ആ പാതകത്തെ നമസ്കരിച്ചു, വീണ് നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇതിന് എന്ത് വില തരണം, അതെനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ദരിദ്രൻ പറഞ്ഞു, അത്ഭുതപ്പെട്ടു. ദരിദ്രൻ വിചാരിച്ചു, എന്താണ് ഈ ചെരുപ്പിന് ഇത്രയും വിലയോ, ഈശ്വര, ഞാൻ വെറുതെ ചോദിച്ചു, ഞാൻ അയാളെ വഴക്ക് പറഞ്ഞു, ആ സൂഫി ഫക്കീർ തന്നതാണ് എനിക്ക്, അദ്ദേഹത്തിന്റെ ഒന്നുമില്ല, അദ്ദേഹം സന്യാസിയാണ് അല്ലേ, എനിക്ക് ഒന്നും തരാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാതകങ്ങൾ, അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പാതകങ്ങളാ കൊടുത്തത്, ഞാൻ അദ്ദേഹത്തെ ശപിച്ചുകൊണ്ടാ വന്നത്, എനിക്ക് ഈ പാതകങ്ങൾ കൊണ്ട് എന്താ പ്രയോജനം. ഇദ്ദേഹം പറയണു, ഈ വ്യാപാരി പറയണു, തന്ന ആള് നിസാമുദ്ദീൻ മൗലിയ ആണെന്ന് അറിഞ്ഞതും തന്നെ വ്യാപാരി ഞെട്ടിപ്പോയി. അപ്പൊ അദ്ദേഹം വേറൊരു തലത്തിൽ നിൽക്കണം, ഈ ലോകത്തിലെ ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്ത് മുഴുവനും തരാം, എനിക്ക് ഈ പാതകങ്ങൾ തരൂ എന്ന് പറയണം. വ്യാപാരി ആവശ്യപ്പെട്ടതാണ്. പെട്ടപ്പോ ഇത് എന്തോ വിലയുള്ള പാതകങ്ങളാണ്. ദരിദ്രൻ വളരെ സന്തോഷത്തോടു കൂടി വ്യാപാരിക്ക് ഈ പാതകങ്ങൾ കൊടുത്തു. വ്യാപാരി ആവശ്യത്തിന് തന്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ട സമ്പത്ത് മുഴുവനും കൊടുക്കുകയാണ്. വ്യാപാരി പാതകം കയ്യിൽ വാങ്ങിയതും ഒരു സമാധി അവസ്ഥയിലേക്ക് പോയി എന്ന് കഥ. ഗുരുവിന്റെ മൂല്യം അറിയുന്നവർക്ക് മാത്രമേ പാതകങ്ങളുടെ വില അറിയാൻ പറ്റൂ. അല്ലാത്തവർക്ക് ഇത് വെറും ചെരുപ്പാണ് അല്ലെ.
അപ്പൊ ആ ഗുരുവിനെ ലഭിക്കുന്നത് വരെ അജ്ഞാനമായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത് അവർക്ക് സാധാരണ ചെരുപ്പുകൾക്ക് സമാനമായിരിക്കും. ഗുരുപാദുകങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ഈ വ്യാപാരി എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞാല് അമർ ഖുസ്രു ആയിരുന്നു എന്ന് പറയുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടില്ലേ, ഒരുപാട് താത്വിക ഗ്രന്ഥങ്ങൾ രചിച്ച അമർ ഖുസ്രു, അദ്ദേഹമാണ് ഈ വ്യാപാരി. ലിറ്ററലി ഇത് സാധ്യമാണ്. കാരണം ഈ കഥ നമുക്ക് കാണിച്ചു തരികയാണ് ആ അറിവില്. കാരണം ഈ നിസാമുദ്ദീൻ മൗലിയ എന്ന് പറയുന്ന വലിയ ഒരു സൂഫി ഫക്കീർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പാതകങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഈ അമീർ ഖുസ്രുവിനെ പോലെ അത്രയും അറിവുള്ള ഒരാൾക്ക് ആ പാതകത്തിന്റെ വില മനസ്സിലായി. അത് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം ട്രാൻസിൽ പോയി എന്നാ പറയുന്നത്. ഇത് അറിയുന്നവർക്ക് മാത്രമേ ഇതിന്റെ വില അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാത്തവർക്ക് എന്താ, ഒരു എത്രയോ ജന്മങ്ങൾ എടുക്കണം ഒരു നല്ല ഗുരുവിനെ കിട്ടി ഈ അറിവ് നമുക്ക് കിട്ടാൻ തന്നെ. അപ്പോ അറിയാൻ ആഗ്രഹമുള്ള ആളെ വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ദൃശ്യ വിവേകത്തിലെ പല തരത്തിലുള്ള സമാധികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ആ ഒരു വിദ്ധ സവികൽപ്പ സമാധി, ശബ്ദാനുവിദ്ധ സവികൽപ്പ സമാധി എന്നൊക്കെ പല പല സമാധികളെ കുറിച്ച്, ഒരു ദൃശ്യം കാണുന്ന മാത്രമേ നമുക്ക് സമാധി അവസ്ഥ, അതിൽ നമ്മൾ സ്ഥിതമായിട്ടിരിക്കുക, അല്ലെ? പോകുമ്പോൾ നമുക്ക് കറുത്ത മേഘങ്ങള്, വെളുത്ത അരയന്നങ്ങള്, ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് സംഭവിച്ചാണ്. എന്താ, ഒരു വയലിൽ കൂടെ വെറുതെ നടന്നു പോവുമായിരുന്നു. അപ്പൊ ആകാശത്ത് കറുത്ത മേഘങ്ങള്, അതിലൂടെ നല്ല വെളുത്ത അരയന്നങ്ങള് പറന്നു പോകുന്നത് കണ്ട് ഇദ്ദേഹം സമാധിസ്ഥനായി ബോധം കെട്ട് വീഴുകയാണ് അവിടെ. അപ്പൊ ആ ദൃശ്യം അദ്ദേഹത്തിന് സമാധി അവസ്ഥയിൽ എത്തിച്ചു. അങ്ങനെ ബോധരഹിതനായിട്ട് നിലം പതിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രൂ സീക്കറിനെ സംബന്ധിച്ച്, ഒരു നല്ല ആത്മജ്ഞാനിയെ സംബന്ധിച്ച് എന്താ, ചെറിയ എക്സ്പീരിയൻസ് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഈശ്വരനായിട്ട് കണ്ട് നമ്മൾ അതിനെ ആരാധിക്കും. ആ ചെറിയ ദൃശ്യങ്ങൾ പോലും നമ്മളില് വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ബുദ്ധി എപ്പോഴാണോ പൂർണ്ണമായിട്ട് ആത്മതത്വത്തിൽ ഉറയ്ക്കുന്നത്, അപ്പൊ അതിനെ നമ്മൾ സമാധി എന്ന് പറയണം, അല്ലെ? അപ്പൊ ആ ഈഗോ ഡിസോൾവ് ചെയ്ത് ആ വൺനെസ് വിത്ത് എവ്രിതിങ്, പ്രപഞ്ചവും ഞാനും വേറല്ല, യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ, നമ്മൾ കേട്ടു അല്ലേ? ആ തലത്തിലേക്ക് നമ്മൾ എന്ത് കണ്ടാലും ഈശ്വരനാണെന്നുള്ള ഒരു ബോധം, എല്ലാവരുടെയും സ്ഥായി ആയിരിക്കുന്ന ഭാവം എന്താണ്? ശരിക്കും പറഞ്ഞാല് ആ സത്യവസ്തുവാണ്, ഇല്ലേ? നമ്മൾ ഈ പല പല തടസ്സങ്ങൾ കൊണ്ടാണ് അത് അറിയാത്തത്. അപ്പൊ സമാധിദാന വ്രത ദീക്ഷിതാഭ്യാം, ഈ വ്രതം എടുത്തിരിക്കുന്ന ആളാണ് ഗുരു. ഇപ്പൊ തുരീയം എന്ന 4ാമത്തെ അവസ്ഥ, അതായത് സുഷുപ്തിയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ശരീരത്തിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും വാസനാ പ്രേരിതമായിട്ട് കർമ്മങ്ങൾ ചെയ്യണം. എന്നാൽ ആ മെഡിറ്റേഷനിലൂടെ ലഭിക്കുന്ന സമാധി എന്ന് പറയുന്നത് എന്താ, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, അല്ലേ? അപ്പൊ രമാധിവാങ്ക്ര സ്ഥിരഭക്തിദാഭ്യം, വിഷ്ണുപദങ്ങളില് സ്ഥിരമായിട്ടിരിക്കുന്ന ഭക്തി തരുന്നതാണ് ഗുരുപാദുകങ്ങള്. നിവർത്തന്തേ, ഇത് ആ നിർവികൽപ്പ സമാധിയിൽ അല്ലെങ്കിൽ ഭക്തി ഇല്ലെങ്കിൽ പ്രയോജനമില്ല. ഏതാണെങ്കിലും നമുക്ക് എന്താ വേണ്ട, ഏത് സമാധിയിൽ എത്തണമെങ്കിലും നമുക്ക് പൂർണ്ണമായിരിക്കണം ഈശ്വരനോട്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ, പൂർണ്ണമായിരിക്കുന്ന സറണ്ടർ, സ്നേഹം, ഒന്നും അല്ലെ, ഒന്നിനോടും നമുക്ക് വേറെ അറ്റാച്ച്മെന്റ് ഇല്ല. നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ ശരണാഗതി ചെയ്യുന്ന ഒരു മനസ്സ്, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞാൽ സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. നാരദ ഭക്തി സൂത്രം പറയണു, അവന്റെ സ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള സ്നേഹം തന്നെ, അപ്പൊ ഈശ്വരനോടുള്ള പ്രേമം, അല്ലെ? പൂർണ്ണമായിരിക്കുന്ന ശരണാഗതി. അപ്പൊ ഈ പറഞ്ഞ സ്റ്റഡി ആയിരിക്കുന്ന ഒരു ഭക്തി, സ്ഥിരമായ ഭക്തി, അല്ലെങ്കിൽ എപ്പോഴും വന്നു പോകുന്ന ഭക്തി, ഒരു ഈശ്വരൻ ഇന്ന് നാളെ വേറൊരു ഈശ്വരൻ, അങ്ങനെയല്ല. ഒരു ഈശ്വരൻ, നമുക്ക് ഒരു ഭാവം, അമ്മയെങ്കിൽ അമ്മ മാത്രം, അതിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ സ്റ്റെഡിനെസ്, അതിനെയാണ് സ്റ്റെഡിനെസ് ഇൻ സാധന എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ നിയമം എന്ന് പറയുന്നത്. എല്ലാ അനുഷ്ഠാനങ്ങളും സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിനെ ഒരു വസ്തുവിൽ നിർത്താൻ സഹായിക്കുന്നു. പല വസ്തുക്കളിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്ക് നമ്മുടെ എനർജി ഒരുപാട് വേസ്റ്റ് ആയി പോകും. അപ്പൊ ഗുരുപാദുകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെഡിനെസ്, നമുക്ക് ഗുരുപാദുകങ്ങൾ ഈ സ്റ്റെഡിനെസ് ആണ് നമുക്ക് തരുന്നത്. സദ്ഗുരുവിന്റെ അനുഗ്രഹമാണ് ശിഷ്യന്റെ മനസ്സിൽ സ്ഥിരമായ ഭക്തി ഉണ്ടാക്കുന്നത്. സദ്ഗുരുവിന്, അതായത് ആ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഈശ്വരനിൽ എത്തിക്കുന്ന ജോലിയാണ് ഗുരുവിൻ്റെത്. ഈഗോ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈശ്വരനെ ചിന്തിക്കാൻ സാധ്യമാവുള്ളൂ. ശരിക്കും പറഞ്ഞാല് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലവ് ആൻഡ് ഡിവോഷൻ എന്ന് ചോദിച്ചാൽ എന്താ, അല്ലെ? ശരിക്കും ഇമോഷൻ ആണ്, രണ്ടും ഇമോഷൻസ് ആണ്, അല്ലെ? പക്ഷെ ലവ് എന്ന് പറഞ്ഞത് എന്താ പറയാ, ആ ഒരു ലവർ വിച്ച് ഈസ് കണക്റ്റഡ് ടു ദി മെറ്റീരിയൽ തിങ്സ്, അതിനാണ് നമ്മൾ അവിടെ സ്നേഹം എന്ന് പറയുന്നത്. അല്ലാത്ത നമ്മളിപ്പോ ഈ ലവ് എന്ന് പറഞ്ഞാൽ ശരിക്കും മെറ്റീരിയൽ തിങ്സ്, നമ്മളെന്ന് പറയാം എന്റെ കാറിനോട് സ്നേഹമാണ് എനിക്ക്, അല്ലെ? എന്റെ പട്ടിയോട്, ഇന്ന് എല്ലാവർക്കും സ്നേഹം വളർത്തു മൃഗങ്ങളോടാണ്, അല്ലെ? പട്ടി, പൂച്ച, പാരറ്റ്, അല്ലെ? അതൊക്കെ എന്താ,
മെറ്റീരിയൽ ആണ് അല്ലേ? ശരിക്കും നമ്മുടെ അതിനെയൊക്കെ നമ്മൾ സ്നേഹം എന്നേ പറയാൻ പറ്റും. എനിക്കതിനെ വളരെ വാത്സല്യമാണ്, സ്നേഹമാണ്. പക്ഷെ അതിൽ നിന്ന് ആനന്ദം കിട്ടിയെന്ന് നമ്മൾ പറയുമോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഐ ആം ഫോളൺ ഫ്രം മൈ ഇന്നർ പീസ് എന്നാ പറയുന്നത്. നമ്മുടെ ഇന്നർ പീസിൽ നിന്ന് നമ്മൾ വെളിയിൽ വരുന്നത് എപ്പോഴാണ്? ഇങ്ങനെയുള്ള വസ്തുക്കളോട് നമുക്ക് സ്നേഹം വയ്ക്കുമ്പോഴാണ്. ശരിക്കും ആ ഡിവോഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ അതിനെ ഉയർന്ന ഡിവോഷൻ, പട്ടിയോടുള്ള സ്നേഹം അല്ലെ പൂച്ചയോടുള്ള സ്നേഹം, വസ്തുക്കളോടുള്ള സ്നേഹത്തിന് നമ്മൾ ഡിവോഷൻ എന്നൊരു വാക്കെടുക്കുക. നമ്മൾ അതിന് ലവ് എന്ന് മാത്രമേ പറയൂ അല്ലെ? അതിനോട് സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറയും, ഒത്തിരി സ്നേഹമാണ്. പക്ഷെ എനിക്ക് ഡിവോഷൻ ഉണ്ട് എന്റെ പൂച്ചയോടെന്ന് പറയോ? ഇല്ല. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയർ സെൽഫ്, നമ്മൾ എന്താണോ മെറ്റീരിയൽ ആയിട്ട് കാണുന്നത് അതിൽ നിന്ന് ഉയർന്ന വസ്തുവിനോടാണ് നമുക്ക് ഭക്തി, സറണ്ടർ, ഡിവോഷൻ. ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഈശ്വരന് വേണ്ടി മാത്രമാണ്. ഹയർ സെൽഫ്, മൈ ഡിവോഷൻ ടു മൈ ഗുരു, മൈ ഗോഡ് അല്ലെ, മൈ ഐഡിയൽസ് എന്നൊക്കെ നമുക്ക് പറയാം. ഡിവോഷൻ എന്ന് പറഞ്ഞാല് നമ്മളുമായിട്ട്, അതായത് നമ്മുടെ ഉയർന്ന ഒരു സെൽഫ് നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ബാക്കിയെല്ലാം നമ്മൾ ലവ് എന്ന് പറയുന്ന മെറ്റീരിയൽ സാധനങ്ങളെല്ലാം നമുക്ക് അതിനോട് സ്നേഹമാണ്, അറ്റാച്ച്മെന്റ് ആണ്. അതില്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല അല്ലെ? പട്ടി മരിച്ചപ്പോ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുണ്ട് ട്രിവാൻഡ്രത്ത്. പട്ടി മരിച്ചു കിടക്കണം. ഇദ്ദേഹം എന്തോ ഒരു അനസ്തീഷ്യ പോലുള്ള ഒരു അനസ്തീഷ്യക്ക് കൊടുക്കുന്ന മരുന്നെടുത്ത് ഇഞ്ചെക്ട് ചെയ്തു. പട്ടി ഇല്ലാതെ ജീവിക്കുക. പട്ടിക്ക് 13 വയസ്സായി. പട്ടി 15 വയസ്സ് വരെ ജീവിക്കണം എന്നാണ് ഇദ്ദേഹം ആഗ്രഹിച്ചത്. 2 വർഷം കൂടെ അതിന് മുമ്പേ പട്ടി മരിച്ചു. നോക്കൂ, മനസ്സ് എവിടെ പോയിരിക്കുന്നു. അദ്ദേഹം ബോധം കെട്ട് മുറി കിടക്കുകയാണ്. ഫ്ലാറ്റാണ്, ഇവിടെ ട്രിവാൻഡ്രത്ത് നടന്ന സംഭവമാണ്. അവിടെ ചെന്ന് തുറന്നു നോക്കിയപ്പോ പട്ടി മരിച്ചു കിടക്കുന്നു. അതിൽ എഴുതി വെച്ചിരിക്കുന്നു, പട്ടി മരിച്ചുകൊണ്ട് ഞാനും മരിക്കുന്നു. എത്രയാണ്, പട്ടിയുടെ ജന്മമാണോ മനുഷ്യന്റെ ജന്മം? അത്രയ്ക്ക് അധപ്പതിച്ചു പോയി. അപ്പൊ അതിനോടൊക്കെ നമുക്ക് എന്താ ലവ് എന്ന് പറഞ്ഞ? ഒറ്റയ്ക്ക് താമസിക്കുന്ന മനുഷ്യനായിരുന്നു, ഭാര്യ ഡിവോഴ്സിയാണ് അദ്ദേഹം. അങ്ങനെ എന്താ പറയാ, പട്ടിക്ക് വേണ്ടി ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ ആ ലവ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ അതിനെ അറ്റാച്ച്മെന്റ് ആക്കി മാറ്റുന്നു. ഈശ്വരനോട് ഒരു ശകല സ്നേഹം പോലും കൊടുക്കുന്നില്ല. നമ്മുടെ ഡിവോഷൻ എന്ന് പറഞ്ഞാല് ഒരിക്കലും ഡിവോഷൻ ടു പേഴ്സൺ എന്ന് നമ്മൾ പറയില്ല. നമ്മളെക്കാൾ ഉയർന്ന മൂല്യങ്ങളുള്ളവരെയാണ് നമ്മൾ ഡിവോട്ടഡ് എന്ന് പറയുന്നത് അല്ലെ? ഐ ആം ഡിവോട്ടഡ് ടു മൈ വർക്ക് അല്ലെ? ആ വർക്ക് ഈസ് വർഷിപ്പ്, വർക്ക് ഈസ് ഗോഡ്. എല്ലാം നമുക്ക് ഈശ്വരനുമായിട്ട് ചേർന്നതിനെ നമുക്ക് ഡിവോഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ ഇംപ്രൂവ് ചെയ്യിക്കുന്ന, നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ ക്വാളിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ഗുരുപാദുകങ്ങളാണ്. സ്റ്റഡി ഡിവോഷൻ ടു ഗുരുപാദുകാസ്. നമ്മുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള പാദക ധ്യാനം കൊണ്ട് നമ്മുടെ ജീവിത മൂല്യങ്ങൾ ഉയർന്ന് നമുക്ക് സത്യവസ്തുവിനെ അറിഞ്ഞ് നമ്മുടെ ഈ ജീവിതത്തെ സാർത്ഥകമാക്കി അല്ലെ, ആ മുമുക്ഷുത്വം എന്ന് പറയുന്ന മോക്ഷ പദത്തിലേക്ക് ഓരോ ജീവനെയും എത്തിക്കുന്നത് ഗുരുപാദകങ്ങളാണ്, ഗുരുവിന്റെ അനുഗ്രഹമാണ്. ഗുരു അനുഗ്രഹം കൊണ്ട് സാധിക്കാത്തത് ഒന്നുമില്ല. ഗുരുവിലൂടെ ഈശ്വരനാണ് അവിടെ പ്രകടമാകുന്നത്. ആ ഈശ്വരന്റെ അനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹവും ഗുരു പരമ്പരയുടെ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് ഈ 8ാമത്തെ ശ്ലോകം, 8, 9 2 ശ്ലോകങ്ങളും കൂടെ ബാക്കിയുള്ളൂ. ഈ ഗുരുപാദക സ്തോത്രം ഇന്ന് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ.